പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രസാദ് പോൾ അവറുകളാണ്. കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവസത്തിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് പോൾ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങളെ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദൈവദാസന് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് ഈ വൈകിയ സമയം ഇപ്രകാരം എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ അവസരം നൽകി തന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകൾക്കും എൻ്റെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ പ്രസാദ് പോൾ. ഞാൻ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ സ്വദേശം. ആമ്പല്ലൂർ എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ താമസിച്ച് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാനിപ്പോൾ പഞ്ചാബിൽ കുടുംബമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുള്ള അവസരമാണ്. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മക്കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിനുണ്ട് പങ്കുവയ്ക്കാം. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ ദൈവം നടത്തിയിട്ടുള്ളതായ അത്ഭുതകരമായ വഴികൾ, പ്രത്യേകിച്ച് കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ആ നല്ല സാഹചര്യങ്ങളൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുടെ മധ്യേ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു മുന്നായിട്ട് എൻ്റെ ഫാമിലി ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വൈഫ് മേഴ്സി, എനിക്ക് 3 കുഞ്ഞുങ്ങൾ. അവർ ഇപ്പോൾ പഞ്ചാബിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മോളുടെ പേര് കെസിയ, BSc നഴ്സിംഗ് 4th ഇയർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോള് BSc നഴ്സിങ്ങിന് പോകാനായിട്ട് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകളുടെ പേര് പ്രിൻസി മോള് ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3 കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇവിടെ തന്നെ ഞങ്ങളോട് ഒരുമിച്ച് പഠനവും ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയിലായിരിക്കുന്നു. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഒരു പെന്തക്കോസ് ഫാമിലിയിലാണ് എൻ്റെ ജന്മം, എൻ്റെ വളർച്ചയെല്ലാം നടന്നത്. പപ്പയുടെ പേര് പാസ്റ്റർ MV പൗലോസ്. എൻ്റെ പിതാവ് IPC ആമ്പല്ലൂർ സെൻറ്ററിൻ്റെ ശുശ്രൂഷനായിട്ട് ഇപ്പോൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ പിതാവിന് ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളിൽ രണ്ടാമത്തെ മകനാണ് ഞാൻ. എൻ്റെ ചെറുപ്പം മുതൽ മാതാപിതാക്കളുടെ പത്യോപദേശത്തിലും ശിക്ഷണത്തിലും പഠിച്ച് വളർന്നു വരുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കൃപ നൽകി. മാത്രമല്ല, എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനെ അറിയുവാൻ തുടങ്ങിയ ആ നാളിൽ, 10ാം വയസ്സിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനും ജലത്തിൽ ദൈവകൽപ്പന അനുസരിപ്പാൻ സാക്ഷിയാകുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ കൃപ നൽകി. അന്നു മുതൽ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്ന് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഒരു ചെറിയ ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. കാരണം അന്ന് എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതകളുടെയും മധ്യേ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ജോലി അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു മാതാപിതാക്കളുടെ അനുവാദത്തിൽ. അങ്ങനെ എനിക്ക് തമിഴ്നാട്ടിൽ ഫ്രോണ്ടിയർ ഇൻഡിഗോ ടീ ഫാക്ടറിയിൽ നീലഗിരിയിൽ ഒരു ചെറിയ ജോലി കിട്ടി. അങ്ങനെ ജോലി ചെയ്ത് ഏകദേശം 2 വർഷത്തോളം മുന്നോട്ട് പോയി. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു, കുറച്ചും കൂടി വിശാലമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഞാനൊരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറിയിൽ നിന്ന് ടീ പൗഡർ എടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് അവിടെ സെയിൽ ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പോയിക്കൊണ്ട് ബിസിനസ് കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വരുമ്പോൾ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ മാതൃ ചർച്ച് എന്ന് പറയുന്നത് തൃശ്ശൂർ
കൂട്ടാല കിഴക്ക് കിഴക്ക് ഒരു IPC ചർച്ചുണ്ട്. ആ ചർച്ചിലാണ് എൻ്റെ പാരൻസൊക്കെ ആ സമയത്ത് ഞാൻ മാതൃ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പപ്പായിക്ക് ശുശ്രൂഷ വേറൊരു സ്ഥലത്താണെങ്കിലും മാതൃ ചർച്ച അവിടെ ആയതുകൊണ്ട് ഞങ്ങളുടെ ഭവനം അന്ന് അവിടെയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വിറ്റ് ഞങ്ങളിങ്ങ് ആമ്പലൂർക്ക് മാറി. അന്ന് അവിടെ ആയിരുന്നപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ നടക്കുക. ഏകദേശം 300 പേരോളം കൂടുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. വറീസ് ബേബി എന്ന് പറഞ്ഞ ഒരു ദൈവാസൻ വന്ന് അവിടെ അന്ന് വചന ശുശ്രൂഷ ചെയ്യുന്ന സമയം ഞാൻ വളരെ ക്ഷീണിച്ച് എൻ്റെ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വന്നപ്പോൾ മമ്മി പറഞ്ഞു, എല്ലാവരും അവിടെ പ്രേയറിന് പോയിരിക്കുക, മകനെ ഇന്ന് ദൈവം ഇത്രയും നമ്മളെ അനുഗ്രഹിച്ചില്ല, നമുക്കൊന്ന് പോയി അല്പസമയം ദൈവത്തെ ആരാധിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ മടി പറഞ്ഞു, വളരെ ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോൾ പറയില്ല, മനസ്സില്ല മനസ്സോടെ മമ്മി നിർബന്ധിച്ചപ്പോൾ മമ്മിയുടെ കൂടെ അങ്ങനെ ഞങ്ങൾ ആ മീറ്റിങ്ങിന് പോയി. അവിടെ പോയി ഞാൻ ഇരുന്നു. ആ ചർച്ചിൻ്റെ 2ാമത്തെ ഡോറിൽ അരികത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ആരാധന കഴിഞ്ഞ് വചന ശുശ്രൂഷ ആരംഭിച്ചു. ആ സമയത്ത് വളരെ ശക്തമായ രീതിയിൽ വചന ശുശ്രൂഷ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മടിക്കാനുള്ള കാരണം എന്ന് പറയാൻ കാരണം, ഞാൻ എപ്പോൾ മീറ്റിങ്ങിന് എവിടെ പോയിരുന്നാലും എൻ്റെ ചെറുപ്പം മുതൽ ദൈവാത്മാവ് എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. നീ കർത്താവിൻ്റെ വേലയ്ക്ക് ഉള്ളവനാണ് എന്നിങ്ങനെ എപ്പോഴും കൂടെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതാണ്, ഞാൻ അവിടെ പോയിരുന്ന ഇന്നും എന്നോട് അങ്ങനെയായിരിക്കും പറയാം. അപ്പോൾ ഇപ്പം ഞാൻ തയ്യാറില്ല, അതിനോട് മനസ്സില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ വളരെ ശക്തിയോടെ വചന ശുശ്രൂഷ ചെയ്യുന്ന ആ ദൈവദാസൻ ആത്മാവിൽ പെട്ടെന്ന് എൻ്റെ അടുക്കിലേക്ക് വരികയും എന്നെ തൊട്ടിട്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ അന്നത്തെ ഭവനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും എൻ്റെ ഭാവിയെക്കുറിച്ചും ഇന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ കുറച്ച് സമയത്ത് ആത്മാവിൽ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു, മകനെ, കഴിഞ്ഞ 9 പ്രാവശ്യം നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പല പ്രാവശ്യമായിട്ട് വിളിച്ചു. ഇത് അവസാനം ഒരു അവസരം നിനക്ക് വേണ്ടി തരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വേദനയും പ്രയാസവും. ഞാൻ ഒട്ടും അതിനിപ്പോൾ തയ്യാറില്ല. ആ സമയത്ത് തേയിലയുടെ ബാഗുകൾ എൻ്റെ വീട്ടിലുണ്ട്, അത് പാക്കിംഗ് നടക്കണം, പലയിടത്തും ഓർഡർ കിട്ടിയിട്ടുണ്ട്, കൊണ്ടു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ആരിനി നാളെ തൊട്ട് അത് ചെയ്യും? മാതാപിതാക്കൾ അവർ സുവിശേഷ വേലയിലാണ്, സഹോദരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത ജ്യേഷ്ഠൻ അന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ബഥേൽ ബൈബിൾ കോളേജ് പഠിക്കാനായിട്ട് കടന്നു പോയിരിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നു വന്നു. ഇതെങ്ങനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കൈ ഉയർത്താതെ മുറുക്കെ പിടിച്ച് ഞാൻ ആ ആലയത്തിൽ ഇരിക്കുക. ആ ദൈവാത്മാവ് ദൂത് പറഞ്ഞേച്ച് പോയി പിന്നെയും വചന ശുശ്രൂഷ ആരംഭിച്ചു. വളരെ ശക്തിയോടെ സുവിശേഷ വേലയ്ക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ജനത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം 10 മണി ആകാറായി. പിന്നെയും വചന ശുശ്രൂഷയുടെ ഇടയിൽ സുവിശേഷ വേലയ്ക്ക് ആഹ്വാനം ചെയ്യുക, എന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സങ്ങ് വളരെ ഒരു വലിയ യുദ്ധം പോലെ ഞാൻ വളരെ പ്രയാസത്തിലായി. എന്ത് ചെയ്യും, എന്താണ് ഞാൻ തീരുമാനം, എനിക്ക് അറിയുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ഇഷ്ടം എന്താണ്? ഞാൻ ഇപ്പോൾ ഇറങ്ങണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയോ? എനിക്ക് കുറച്ചുകൂടി അവസരം എന്താ എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ കരങ്ങൾ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ കുടുകുടാങ്ങ് കരയുവാൻ തുടങ്ങി. അപ്പോൾ തന്നെ വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവാസൻ എന്നെ മുന്നോട്ട് വിളിച്ചു. ആ സമയത്ത് 3-4 പേരും കൂടി കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും മുന്നോട്ട് വിളിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഉടനെ മീറ്റിംഗ് 10 മണിയായപ്പോൾ അവസാനിച്ചു. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വെളിയിൽ വന്നു. പിന്നെ അവിടെ അധികം നേരം നിന്നില്ല. ആ ചർച്ചിന് വെളിയിൽ വന്ന് അടുത്ത് തന്നെയാണ് ഭവനം. ഞാൻ ഓടി ഭവനത്തിൽ പോയി ഞാനിങ്ങനെ ഇരിക്കുകയാണ് ചിന്തിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് എന്തായിരിക്കും. അപ്പോഴേക്കും എൻ്റെ മാതാപിതാക്കൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, മോനെ, ഇത്രയും നാളും കർത്താവാണ് ഞങ്ങളെ നടത്തിയത്, അതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് മുന്നോട്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, മോനെ വിളിച്ചതുപോലെ തന്നെ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി, എനിക്ക് പപ്പേ ഭാഷ അറിയില്ല, എന്നെ നോർത്ത് ഇന്ത്യയിലേക്കാണല്ലോ വിളിച്ചിരിക്കുന്നത്, എനിക്ക് ഭാഷ അറിയാത്ത ഒരു ജനത്തിൻ്റെ ഇടയിലേക്കാണ് നീ പോകേണ്ടത്, അത് ഉത്തരഭാരതത്തിൽ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഭാഷ അറിയില്ല. അത് പറഞ്ഞു. പപ്പ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം,
മറ്റുള്ള കാര്യങ്ങൾ ദൈവം താമസിയാതെ ക്രമീകരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവ് ശുശ്രൂഷയിലായിരുന്നപ്പോൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരുന്നപ്പോൾ അനേകർ സുവിശേഷ വേലയ്ക്ക് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലേക്കും പ്രാർത്ഥിച്ച് അയച്ചിട്ടുണ്ട്. അവരിൽ ഒരാളുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ അവരോട് ഈ വിവരം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഡയറക്ടറുടെ നമ്പർ തരാം, അവരുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡൽഹിയിലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ നമ്പർ തന്നു. PTL, പോക്കറ്റ് ടെസ്റ്റ്മെൻറ്റ് ലീഗ് എന്ന് പറയുന്നൊരു ടീമാണ്, ഗോസ്ബൽ ടീം. അവരുടെ നമ്പർ തന്നു. അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് അവിടെ നിന്നുള്ള എനിക്ക് മറുപടി ലഭിച്ചത്, മോനെ, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി അത്ര എളുപ്പമല്ല. ഇവിടെ തണുപ്പ് തുടങ്ങിയ തണുപ്പ്, ചൂട് തുടങ്ങിയ ചൂട്, സഹിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയായിരിക്കും. പിന്നെ ഒരു രോഗങ്ങളുടെ പകർച്ചവ്യാധിയുടെ ഒരു വലിയ ലിസ്റ്റ് എന്നെ കേൾപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ എന്തോ എനിക്കറിയില്ല, എന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയന്ന് മാറുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് മോൻ നല്ലപോലെ പ്രാർത്ഥിക്കുക. പിന്നെ പപ്പ പാസ്റ്ററല്ലേ, അവിടെ എവിടെയെങ്കിലും കേരളത്തിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചുകളിൽ വലിയ പുതിയ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ച് അവിടെ നിൽക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. ഞാൻ വീണ്ടും പിറ്റേ ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം ആദിവാസനെ വിളിച്ചു. അപ്പോഴും എന്നെ നിരുത്സാഹപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് വരാതിരിക്കുന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. കാരണം എളുപ്പമല്ല നോർത്ത് ഇന്ത്യ വന്നുള്ള പ്രവർത്തനം. അങ്ങനെ ഞാൻ മൂന്നാമത് വിളിച്ചപ്പോൾ, മോൻ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സമയമാണെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരഭാരതത്തിലെ ഈ കഷ്ടങ്ങളും ഈ കാലാവസ്ഥയും പ്രതികൂലങ്ങളെല്ലാം തരണം ചെയ്യാൻ പൂർണ്ണ സമർപ്പണമാണെങ്കിൽ ഓക്കെ, മോൻ പോരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, എനിക്കൊരു പരാതിയില്ല, ഞാൻ വരാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ 1995 മാർച്ച് മാസം 10-ാം തീയതി ഞാൻ എൻ്റെ കേരളത്തിലെ പരിപാടികളെല്ലാം വിട്ടേച്ച് എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് നോർത്തിലേക്ക് എന്നെ അയച്ചു. ഞാൻ കേരള എക്സ്പ്രസ്സിൽ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഞാൻ പോരുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ട്രെയിനിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. എൻ്റെ ഭവനത്തിലെ ഓർമ്മകൾ വരുന്നു. ഞാൻ എങ്ങോട്ട് പോകുന്നു എനിക്കറിയില്ല, ആരുടെ അടുത്ത് പോകുന്നു, അവരാരും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ മൂന്നാമത്തെ ദിവസം ഡൽഹിയിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ആ ടീമിൽ ഒരു സഹോദരൻ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം എന്നെ കണ്ട വഴിക്ക് മനസ്സിലായി. എൻ്റെ പേര് ചോദിച്ചു. പ്രസാദ് പോൾ ആണോ എന്ന് പറഞ്ഞു. ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ട് ഗാസിയാബാദിലുള്ള ഒരു ബേസിൽ ഒരു ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ടീമിലുള്ള ടീം അംഗങ്ങൾ വരും പോകുന്ന ഒരു ബേസാണ്. അവിടെ പോയി ഞാൻ റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാർ അവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ റൂമിൽ. അവിടെ ആ സമയത്ത് ആ റൂമിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരു സഹോദരൻ്റെ പേര്, അദ്ദേഹം മണിപ്പൂരിലുള്ളതാണ്. രണ്ടാമത്തെ സഹോദരൻ UP-യിലുള്ള. അപ്പോൾ അവരെന്നോട് ഹിന്ദിയിൽ പല കാര്യങ്ങളും എന്നെ കണ്ടപ്പോൾ ചോദിച്ചു. ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിരുന്നപ്പോൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾ എനിക്ക് അത്രയും ഹിന്ദി അറിയാത്തതുകൊണ്ട് എല്ലാത്തിനും ആംഗ്യം കാട്ടി. ആദ്യം അവർ എന്നോട് ചോദിച്ചത് കിത്തനെ ബച്ചേ ഹെ. അപ്പോൾ ഈ ബച്ചേ എന്നൊക്കെയുള്ള ശബ്ദം ഞാൻ കേരളത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് മറ്റുള്ളതൊന്നും പെട്ടെന്ന് അവർ പറയുന്ന ഇത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. എന്ത് ചോദിച്ചാലും ഞാൻ 3 എന്ന് പറയും. ഓക്കെ. അപ്പോൾ പിന്നീട് അവർ എന്നോട് ചോദിച്ചു ഷാദിശുദ്ധയാണോ എന്ന് ചോദിച്ചു. അത് പിന്നീട് എനിക്ക് മനസ്സിലായത് അവരെന്താ ചോദിക്കുന്നത്. എനിക്ക് അത് അവർ ചോദിച്ചു മനസ്സിലായില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു 3. അപ്പോൾ അവർ നിലത്ത് കടന്ന് ഭയങ്കര ചിരി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കെന്തോ അബദ്ധം പറ്റി, ഞാൻ പറഞ്ഞത് എന്തോ തെറ്റിപ്പോയി എന്നുള്ളത്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സാറ് വന്നു. എന്നോട് ചോദിച്ചു, പ്രസാദ് ഫ്രഷായോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ 2 സഹോദരന്മാരുടെ അടുത്ത് പോയി അവരോട് ചോദിച്ചു, ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പരിചയപ്പെട്ടു. അദ്ദേഹം വിവാഹം കഴിച്ചതാണോ? ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് 3 ഭാര്യയും 3 മക്കളുണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, ഇല്ല, അവൻ പയ്യനാണ്, അവൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ചിരിച്ചുകൊണ്ട് 3 പേര് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇവരുമായിട്ട് പരിചയപ്പെട്ടു? ഞാൻ പരിചയപ്പെട്ടു. അവരെന്തൊക്കെയോ ചോദിച്ചു. പ്രസാദ് ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങ് ഒത്തിരി വിഷമായി.
ഞാൻ ഈ ആംഗ്യം കാണിച്ചത് ഞങ്ങൾ 6 മക്കളാണ്, 3 പെൺമക്കളും 3 ആൺമക്കളാണ്. അതായിരിക്കും അവർ ചോദിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിവേ എനിക്ക് അന്ന് സങ്കടവും വരുന്നുണ്ട്, ഒത്തിരി വിഷമവും ചിരിയൊക്കെ വന്നു. അയ്യോ, ഇപ്പോഴേ എൻ്റെ പരിശോധനകൾ തുടങ്ങിയല്ലോ, ഇതിനി മുന്നോട്ട് എന്തായിരിക്കും, ഞാൻ ഇവിടെ എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കും. അന്ന് രാത്രി ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്നെ നോർത്ത് ഇന്ത്യൻ മേലേക്ക് കൊണ്ടുവന്നാണെങ്കിൽ ആദ്യം ഈ ഭാഷ പഠിക്കാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട്, കുറഞ്ഞ വർഷം ഒരു സംസാരിക്കാനുള്ള ഭാഷ എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ചില ആഴ്ചകൾ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് എന്നെ ടീമിലേക്ക് വിട്ടു. ടീമിൽ ഏകദേശം 8-10 പേര് കൂടുന്ന ഒരു ബോയ്സിൻ്റെ ടീമാണ്. പല സ്റ്റേറ്റിലുള്ള സഹോദരന്മാർ. അവിടെ നമ്മുടെ മാതൃഭാഷ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, ഹിന്ദിയോ ഇംഗ്ലീഷോ, ഇത് 2 ഭാഷയിലല്ലാതെ ഒന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ആ ടീമിൽ വന്നു. ആ ടീമിലും വന്നതിന് ശേഷം അറിയാതെ എന്തെങ്കിലും മലയാള ശബ്ദം പറഞ്ഞാൽ അപ്പോൾ പണിഷ്മെൻ്റ് ആണ്. അങ്ങനെ ആ ടീമിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ എന്ത് തന്നാലും അത് സ്തോത്രം പറഞ്ഞ് കഴിക്കുക, എവിടെ കിടക്കാൻ കിട്ടുന്നു അവിടെ കിടക്കുക, എവിടെ പോകാൻ പറയുന്നു അവിടെ ലിറ്ററേച്ചർ എടുത്ത് ടീമിൻ്റെ കൂടെ പോകുക, അങ്ങനെ ഔട്ട്റീച്ച് ചെയ്യണം. അങ്ങനെ ഒരു ടീമായിരുന്നു അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീമായിരുന്നു. ആ ടീമിൻ്റെ പ്രവർത്തനമാണ് ഞാൻ ഇന്നും ഈ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഞാനിവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. അങ്ങനെ ആ ടീമിൽ ഞാൻ ദിവസങ്ങൾ മുന്നോട്ട് പോയി കുറേശ്ശെ ഭാഷ പഠിച്ചു. ടീമിൽ ഭാഷ അറിയുന്ന സഹോദരന്മാരുടെ കൂടെ ഗ്രാമങ്ങളിൽ പോയി എന്നും ഒരു 8-10 കിലോമീറ്ററോളം നടന്ന് ഗ്രാമങ്ങളിൽ പോയി ആണ് അന്ന് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല. ഈ ബയൽഗാടി, കാളവണ്ടിയോ അല്ലെങ്കിൽ കുതിരവണ്ടിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു ടെമ്പോ ഉണ്ട്, 3 വീലുള്ള ടെമ്പോ ഉണ്ട്. ആ ടെമ്പോയിലാണ് ഞങ്ങൾ ഹൈവേയിൽ യാത്ര ചെയ്യുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഗ്രാമത്തിൻ്റെ വെളിയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വയലുകളിൽ നടന്നു പോയി ഗ്രാമങ്ങളിൽ ചെന്ന് ലിറ്ററേച്ചർ കൊടുത്ത് പോരും. അങ്ങനത്തെ ഒരു പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനം രാവിലെ ലിറ്ററേച്ചർ തരും. ആ ലിറ്ററേച്ചർ തരുന്നത് സുവിശേഷം പറഞ്ഞ് ലിറ്ററേച്ചർ കൊടുത്ത് 3 പുസ്തകങ്ങളുണ്ട്. ഗോസ്പൽ പാക്കറ്റിലും പുതിയ നിയമവും ബൈബിൾ കീ സച്ചായി എന്ന് പറയുന്ന 3 പുസ്തകങ്ങളുണ്ട്. അത് കൊടുക്കുമ്പോൾ 5 രൂപയ്ക്ക് കൊടുക്കണം, വെറുതെ കൊടുക്കരുത്. അതിന് നല്ല വിലയുള്ളതാണ്. ആരെങ്കിലും ആവശ്യപ്പെട്ട 5 രൂപയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ട്രാക്റ്റ് മാത്രം കൊടുത്ത് സുവിശേഷം പറഞ്ഞു പോവുക. അപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങിച്ചാൽ കിട്ടുന്ന ആ പണം കളക്ട് ചെയ്തിട്ട് വേണം ആ ടീമിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കാൻ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റ് മണിയൊക്കെ ഓഫീസിൽ മേടിച്ചു വെക്കും. പിന്നെ ഒന്നുമില്ലാതെ നമ്മുടെ ഡ്രസ്സും ബൈബിളും അല്ലാതെ വേറെ ഒന്നും കാണില്ല. അങ്ങനെ ആ ടീമിൽ വന്നു കഴിയുമ്പോൾ ശരിക്കും വിശ്വാസ ജീവിതം എന്താണെന്നുള്ളത് ആ ടീമിൽ നമുക്ക് പഠിക്കുവാനും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ആ ടീമിൽ ആർക്കും സപ്പോർട്ടില്ല. അങ്ങനെ ഞങ്ങളെന്നും പോയി പുസ്തകങ്ങൾ കൊടുക്കും. കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ മണ്ണെണ്ണയും അരിയും പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കും. ആർക്കും ഒരു പരാതി പറയാൻ കഴിയില്ല. അങ്ങനെ അവിടുത്തെ ടീമിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും പറയുന്ന ഡ്യൂട്ടികൾ ചെയ്തും അങ്ങനെ ഔട്ട്റീച്ച് ചെയ്തും വേണം മുന്നോട്ട് പോകുവാൻ. അങ്ങനെ ചില മാസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ വന്നതിന് ശേഷം UP-യിലാണ് ആദ്യം ഞാൻ പോകുന്നത്, ബഡോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് സഹാരംപൂർ, പിന്നെ ഹരിയാനയിൽ ഹിസാർ, ഹാൻസി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ പഞ്ചാബിൽ ചണ്ഡീഗഡിൽ വന്നു. അത് കഴിഞ്ഞ് ചണ്ഡീഗഡിൽ നിന്ന് പിന്നെ പഞ്ചാബിൽ പോയി ഹോഷിയാപൂർ, നങ്കൽ. അത് കഴിഞ്ഞിട്ട് ഹിമാചലിൽ ഉന്ന. ഇങ്ങനെ പഞ്ചാബ്, ഹരിയാന, UP, അതുപോലെ ഹിമാചൽ, ഈ സംസ്ഥാനങ്ങളിൽ ടീം വർക്ക് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. അതിനുശേഷം ദൈവദാസന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവവചനം പഠിക്കണം. അപ്പോൾ ഈ ടീമിൽ വരുമ്പോൾ 2 വർഷമാണ് നമുക്ക് അവിടെ ടീമിൽ നമുക്ക് കുറഞ്ഞ 2 വർഷമെങ്കിലും നിൽക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. അങ്ങനെ 2 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ആ ടീമിൽ നിന്നും ലീവ് മേടിച്ചിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് ഇനി വചനം പഠിക്കാൻ പോകണം നാട്ടിലേക്ക്. അതുകൊണ്ട് ഞാൻ പോയിട്ട്, അപ്പോൾ അവർ പറഞ്ഞില്ല, ഈ ടീമിനും ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, ഇവിടെ പഠിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പേരൻസിനെ, എല്ലാ സഹോദരങ്ങളെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് നാട്ടിലേക്ക് പോവുകയും അങ്ങനെ അവർ അനുവദിച്ചു. ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ എൻ്റെ പിതാവ് എന്നോട് ചോദിച്ചു, ഇനി എന്താ മോൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവവചനം പഠിക്കണം. അങ്ങനെ കോട്ടയത്ത് എബനേസർ ബൈബിൾ കോളേജിൽ എങ്ങനെ പഠിക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ പഠനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഈ കോട്ടയത്തെ എബനേസർ ബൈബിൾ കോളേജിൽ ഞാൻ വരുന്നതിന് മുന്നേ
ചില ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ, എൻ്റെ ഒരു പ്രത്യേക അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഹിസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ലിറ്ററേച്ചർ കൊടുത്തിങ്ങനെ വരുമ്പോൾ ഒരു സ്നേഹിതൻ, ഒരു സഹോദരൻ പുസ്തകങ്ങൾ വാങ്ങിച്ചതിന് ശേഷം വായിച്ചു ഈശു കോൻ ഹെ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് യേശു മസീഹ ബാരമേ അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള പുസ്തകമാണെന്ന് മനസ്സിലായി. അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയിട്ട്, ഞാൻ വിചാരിച്ചു അദ്ദേഹം പുസ്തകം മേടിച്ചിട്ട് പൈസ തരാൻ വേണ്ടി പോയതായിരിക്കും. അദ്ദേഹം കയറിപ്പോയിട്ട് ഒരു സൈക്കിൾ ചെയിൻ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ അടിക്കാനായിട്ട് വന്നു. നീ ഇവിടെ ഈ യേശുവിനെ കുറിച്ച് പറയുവാൻ നിനക്ക് അനുവാദമില്ല, ഈ ഗ്രാമത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ നീ അടി മേടിക്കുന്നു പറഞ്ഞു. അങ്ങനെ സൈക്കിൾ ചെയിൻ എടുത്ത് അവൻ എന്നെ അടിക്കാനായിട്ട് വന്നു. ഞാൻ അവിടുന്ന് പെട്ടെന്ന് മാറി മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയിട്ട് സൈക്കിൾ എടുത്തുകൊണ്ട് സൈക്കിൾ ചവിട്ടി എൻ്റെ പുറകെ വന്നു. ഞാൻ ആ ഗ്രാമം വിടുന്നവരെ, ഗ്രാമത്തിൻ്റെ വെളി വരുന്നവരെ ഈ സൈക്കിൾ ചെയിനായിട്ട് വന്നു. ഞാൻ എവിടെയെങ്കിലും പുസ്തകം കൊടുത്ത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഞാൻ അതിന് ഒരു അവസരം കൊടുത്തില്ല. അവിടെ വേണ്ടെങ്കിൽ ദൈവജനം പറയുന്നത് നമ്മൾ അവിടുത്തെ പൊടി തട്ടി കളഞ്ഞങ്ങ് പോവുക. അങ്ങനെ ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവിടുന്ന് വെളി വന്നു. അപ്പോഴേക്കും മറ്റുള്ള സഹോദരങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോട് ഒരുമിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോയി. ഒരിക്കൽ ഹിമാചലിൽ ഉന്നയിൽ താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മാർക്കറ്റിൽ ലിറ്ററേച്ചർ കൊടുത്തിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ആ ഗ്രാമത്തിൻ്റെ അടുത്താണ് ചെറിയൊരു മാർക്കറ്റുണ്ട്. അങ്ങനെ ഞാൻ ലിറ്ററേച്ചർ ഓരോ കടകളിലും കൊടുത്ത് മാർക്കറ്റിലുള്ളവർക്ക് കൊടുത്തു വരുമ്പോൾ ഒരു ഡോക്ടറെ ക്ലിനിക്കിനകത്ത് ഞാൻ കയറി. ആ ക്ലിനിക്കിൽ കയറി അദ്ദേഹം മാത്രമുള്ളായിരുന്നു, ഒരു പേഷ്യൻ്റ് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ യേശു കോൻ എന്നുള്ള ഒരു ട്രാക്റ്റിൻ്റെ ഒരു ചെറിയ പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് നോക്കിയിട്ട് വായിച്ചിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹം എഴുന്നേറ്റ് പോയിട്ട് ആ ക്ലിനിക്കിൻ്റെ ഡോർ അങ്ങ് കുറ്റിയിട്ടിട്ട് എന്നോട് ഷൗട്ട് ചെയ്ത് പറഞ്ഞു, നീ ഇന്ന് യേശു ആരാന്ന് കാണിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് ഞാൻ അങ്ങ് ഭയന്നു പോയി അദ്ദേഹത്തിൻ്റെ ആ ഷൗട്ടിങ് അത് കേട്ടപ്പോൾ. പക്ഷെ ദൈവം എനിക്ക് പെട്ടെന്നൊരു ധൈര്യം നൽകി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇദ്ദേഹത്തോട് ഞാൻ എങ്ങനെ എന്ത് പറയും? എനിക്ക് ഇദ്ദേഹം എന്നേക്കാൾ നല്ല പഠിത്തവും കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ സഹായിക്കണമേ. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, 2 മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ മൗനമായിട്ടിരുന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ യേശു ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷെ ഞാൻ പറയുന്നതെല്ലാം താങ്കൾ കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇരുന്നു ചെയറിൽ, ഞാനും ഇരുന്നു. അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങി. യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു ആരാണ്, ആർക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു, യേശുവിൽ വിശ്വസിച്ചാൽ നമുക്കുണ്ടാവുന്ന ലാഭം എന്താണ്, യേശു ആരാണ്, ഈ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുവാനിടയായി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടയിൽ പല ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സിൻ്റെ ഇങ്ങനെ ഓരോ ഇത് വെച്ചിട്ടുണ്ട്, ബനാന, ഓറഞ്ച്, ആപ്പിൾ, ഇതുപോലെ. അതിൽ നിന്ന് ഞാൻ ഓറഞ്ച് എടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു, അല്ലെങ്കിൽ യേശു നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ യേശുവിന് കഴിയുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഓറഞ്ച് എടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ഓറഞ്ച്. ഓക്കെ, ഒറിജിനൽ അല്ലെങ്കിലും ഇത് ഓറഞ്ച് അല്ലയോ? ഈ ഓറഞ്ചിൻ്റെ ഞാൻ തൊലി മൊത്തം പൊളിച്ചിട്ട് ഇത് മൊത്തം ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ സ്വാദ് എന്താണെന്ന്, അത് പുളിയുള്ളതാണോ, കട്ടയാണോ, മീട്ടയാണോ, മധുരമുള്ളതാണോ, എന്താണെന്നുള്ളത് താങ്കൾ പറയണമെന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് പറയുക, താങ്കളല്ല അത് കഴിച്ചിരിക്കുന്നത്, അത് ഞാൻ എങ്ങനെ പറയും? ഞാൻ ചോദിച്ചു, ഇത് താങ്കൾ വിശ്വസിക്കുന്നത് ഇത് ഓറഞ്ച് ആണെന്നുള്ളത്? ഓക്കെ. അപ്പോൾ പറഞ്ഞു, ഓറഞ്ച്. ഞാൻ പറഞ്ഞു, അതുപോലെയാണ്. ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം താങ്കൾ കേൾക്കുക, എന്നിട്ട് യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിട്ട് യേശുവിനെ ഓരോ ദിവസവും നിങ്ങൾ അനുഭവിച്ചറിയണം. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, യേശു നമുക്ക് വേണ്ടി എങ്ങനെയാണ്, ഇന്നും ജീവിക്കുന്ന ദൈവമാണോ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണോ എന്ന് നിങ്ങൾ ഓരോ ദിവസം അനുഭവിച്ചറിയണം. ഞാൻ അങ്ങനെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ആ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. ആ യേശു ജീവിക്കുന്നതുകൊണ്ടും ആ യേശു താങ്കളെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ്
ഞാൻ ഇത്രയും ദൂരെ നിന്ന് ഈ സന്ദേശമായിട്ട് നിങ്ങളുടെ മധ്യേ വന്നതെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് പറയാനായിട്ട് ഒരു മറുപടിയില്ല. അവിടുന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമുണ്ട്. അദ്ദേഹം എഴുന്നേറ്റിട്ട് ആ ഡോറ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇനി തിരിഞ്ഞു നോക്കരുത്, ഈ സിറ്റിയിൽ, ഈ ടൗണിൽ ഒരു പുസ്തകം പോലും ആർക്കും കൊടുക്കത്തില്ല, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് വേറെ മറുപടി ഇല്ല എന്നോട് പറയാനായിട്ട്. അദ്ദേഹം ബജറംഗ് ദളിൻ്റെ ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അത്രയും ദേഷ്യത്തോടെ അദ്ദേഹം എന്നെ ഷൗട്ട് ചെയ്ത് അവിടുന്ന് കഴുത്തെ പിടിച്ച് തള്ളി ക്ലിനിക്കിനെ വെളിയിലേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കൊടുത്താൽ ഞാൻ അടുത്തുള്ള എല്ലാവരും വിളിച്ചു കൂട്ടും, നീ പിന്നെ അടി മേടിച്ച് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതിനുള്ളൊരു അവസരം കൊടുക്കാതെ പ്രാർത്ഥിച്ച് അവിടുന്ന് ഞാൻ മുന്നോട്ട് പോയി. എന്നെ കാത്ത് സഹോദരങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ ചെന്നപ്പോൾ അവരൊത്തിരി ദൂരെ നിൽക്കുകയായിരുന്നു. അവരുടെ അടുത്ത് ചെന്നു, അവരോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ചു. അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി ഇവിടുന്ന് മൂവ് ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുത്തു കഴിഞ്ഞു, പോയേക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര തിരിച്ചു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെയുള്ള പല പ്രതിസന്ധികൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ കർത്താവ് അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് വിടിവിപ്പാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ഈ അനുഭവങ്ങളൊക്കെ നേരത്തെ ദൈവാത്മാവ് അന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മ വന്ന് എൻ്റെ ജീവിതത്തിൽ അതൊക്കെ കുറച്ചും കൂടി ഒരു വിശ്വാസത്തിനും എനിക്കൊരു ഉറപ്പിനും ധൈര്യത്തിനൊക്കെ കാരണമായി തീർന്നു. ഒരിക്കൽ സഹാരംപൂരിൽ ഞാൻ ടീമിലായിരുന്ന സമയത്ത്, UP സഹാരംപൂരിൽ ഒരു പഴയ ചർച്ചുണ്ട് അവിടെ. ആ ചർച്ചിൽ അവിടുത്തെ ദിവസം മാറി താമസിക്കാൻ അന്ന് വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹം അവിടെ പ്രവർത്തനത്തിന് വേണ്ടി ടീമിനെ വിളിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ആ ചർച്ചിൽ ഒരു മൂലയിൽ പുസ്തകങ്ങളും ലിറ്ററേച്ചറുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ താമസ സൗകര്യം തന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഭക്ഷണം ഒരു സൈഡിൽ ഉണ്ടാക്കി കഴിക്കും. രാവിലെ ഞങ്ങൾ ലിറ്ററേച്ചർ കൊടുക്കാൻ പോകും. കിട്ടുന്ന കോൺടാക്റ്റ് ആ ചർച്ചിലെ ദൈവാസന് കൊടുക്കും. അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ദൈവാസനെ അവിടെ മഴ 3 ദിവസം അടുപ്പിച്ച് മഴ പെയ്തു. അങ്ങനെ അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. ലിറ്ററേച്ചർ ആരും കൊടുത്താൽ മേടിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. കയ്യിൽ ടീമിലുണ്ടായിരുന്ന പൈസ ബാലൻസ് എല്ലാം തീർന്നു. ആഹാര സാധനങ്ങളും തീർന്നു. അങ്ങനെ രാവിലെ അല്പം കഞ്ഞി മാത്രം ഉണ്ടായിരുന്നു. ഉള്ള മണ്ണെണ്ണയിൽ സ്റ്റൗ കത്തിച്ച് അരി മാത്രം വേവിച്ച്, കറിയില്ല, ഉപ്പില്ല, മുളക് പൊടിയില്ല, ഒന്നുമില്ല. ഈ കഞ്ഞി മാത്രം എല്ലാവരും കൂടി തിളപ്പിച്ച് കഴിച്ചേച്ച് അന്ന് ഞങ്ങളുടെ ടീമിൻ്റെ ലീഡർ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ മുന്നോട്ട് നമുക്ക് ലഞ്ചിനോ അല്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ടീമിൽ ചോദിക്കാനുള്ള അനുവാദമില്ല, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുക, ദൈവം വഴി തുറക്കും, അതുകൊണ്ട് നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ആ ചർച്ചിൻ്റെ കോർണറിൽ പലയിടത്തുമായിട്ട് സഹോദരങ്ങൾ പോയിരുന്ന് ലിറ്ററേച്ചറിൻ്റെ ഈ കവർ വരുന്നുണ്ട്, പാക്കിംഗ് കവർ, അത് വിരിച്ച് ഞങ്ങൾ അതിൽ മുട്ടയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാരില്ലേ, എന്ത് കിട്ടിയാലും അത് കല്ലായാലും മണ്ണായാലും എന്ത് കിട്ടിയാലും കഴിക്കുന്ന പ്രായം. ഭയങ്കര വിശപ്പുണ്ട്, മഴ പെയ്യുന്നു, മഴ തോരുന്നില്ല, വെളിയിലിറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ വിശന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭവനത്തിലൊക്കെ ഓർമ്മ വരും, വീട്ടിലൊക്കെ എപ്പോഴും ഒരു കൊലയൊക്കെ എപ്പോഴും പഴുത്തിങ്ങനെ പപ്പ കെട്ടി തൂക്കി ഇടും. അന്ന് കൃഷിയുണ്ട്, അപ്പോൾ തന്നെ പപ്പ ശുശ്രൂഷ വേലയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വീട്ടിലെ അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ മനസ്സിന് പെട്ടെന്ന് ഇങ്ങനെ ഭാരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴും ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, പുറകോട്ട് നോക്കരുത്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ആ ലക്ഷ്യത്തോടെ മുന്നേറാൻ ദൈവാത്മാവ് പ്രവർത്തിക്കും. ദൈവവചനങ്ങൾക്ക് തന്ന് ആ വചനങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാതാവ് മെത്തഡിസ്റ്റ് ചർച്ചിലെ, ആ ചർച്ച് ഞങ്ങൾ താമസിക്കുന്ന ചർച്ചിലെ വിശ്വാസിയല്ല, മെത്തഡിസ്റ്റ് ചർച്ചിലെ ഒരു വിശ്വാസി മാതാവ് വളരെ ഭവനത്തിലെ പ്രശ്നങ്ങളും വിഷയങ്ങളുമായിട്ട് തകർന്ന് ആരോ അവരോട് പറഞ്ഞു, അതൊരു ഏജ് ചർച്ചായിരുന്നു സഹാരംപൂരിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ചർച്ചിൽ പോയിട്ട് അവിടെ കുറച്ച് പേരുണ്ട്, അവരോട് പോയി പ്രാർത്ഥിക്കുകയും മാതാവിന് ദൈവം സമാധാനം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാതാവ് അവിടുന്ന് നടന്ന് ആ ചർച്ചിൽ വന്നു. ആ മഴയത്ത് ഒരു കുടയും ചൂടി അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ലീഡർ എഴുന്നേറ്റ് പോയി ആ മാതാവിനെ വിളിച്ചിരുത്തി സംസാരിച്ചു. അങ്ങനെ മാതാവിനോട് വചനമൊക്കെ പറഞ്ഞു കൊടുത്തു, ധൈര്യപ്പെടുത്തി. കുറേ സമയം മാതാവിന് വേണ്ടി, മാതാവിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവിന് ഭയങ്കര സന്തോഷം. അങ്ങനെ മാതാവ് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ആ അമ്മ പറയുകയാണ്, ഇതുപോലെ ആരും ഇതുവരെയും വചനമൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന് വളരെ സന്തോഷം, എൻ്റെ മനസ്സിന് ഒത്തിരി സമാധാനമായി.
മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞേച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ടീം ലീഡറിൻ്റെ കയ്യിൽ ഒരു ചെറിയ ഓഫറിങ് കൊടുത്തു. അത് കിട്ടിയ വഴിക്ക് അദ്ദേഹം മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് ചർച്ചിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഗേറ്റ് കടന്ന് ചാറ്റ് മഴയിൽ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരൻ ഞങ്ങളുടെ ലീഡർ കൈ തുറന്ന് നോക്കിയപ്പോൾ അന്നത്തെ സമയത്ത് ഏകദേശം ഒരു 150 രൂപയോളം ഉണ്ട്. ആ പൈസ കണ്ടിട്ട് ഉറക്കെ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താണ് അദ്ദേഹം ഇത്രയും ശബ്ദത്തിൽ പറഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞു നോക്കി. എല്ലാവരും വരാൻ പറഞ്ഞു. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവം മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് വേണ്ടി കാക്കയെ അയച്ചു. ഏലിയാവിനെ നടത്തിയ ദൈവം നമുക്ക് വേണ്ടി വിശ്വസ്തനാണ്. നമുക്ക് ഇന്നത്തേക്കുള്ള ദൈവം ഒരുക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു ബ്രദറിനെ വിളിച്ചിട്ട് ലിസ്റ്റ് എഴുതാൻ പറഞ്ഞു. അങ്ങനെ മണ്ണെണ്ണ തൊട്ട് അന്ന് ഗ്യാസും സ്റ്റവ് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, എല്ലാ സാധനങ്ങളും അതിന് ഉള്ളത് പോയി വേഗം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ മഴയത്ത് പോയി ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ വൈകിട്ടത്തേക്ക് ആഹാരത്തിനുള്ള ദൈവം ഉച്ച കഴിഞ്ഞായിരുന്നു. പിന്നെ വൈകിട്ടത്തേക്കുള്ള ദൈവം ഒരുക്കി തന്നു. അവിടെയും ദൈവം ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയിൽ ടീം വർക്കിൽ പഠിക്കാനും അനുഭവിക്കാനിടയായി തീർന്നു. അത് ഇന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി, ഒരു ചെറിയ മഴ തോർന്നെന്ന് വെളിയിലേക്ക് ഇറങ്ങി ചെന്ന് ലിറ്ററേച്ചർ കൊടുക്കാൻ ചെന്നപ്പോൾ ഓരോരുത്തർ ഡോർ തുറന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ പുസ്തകം ഞങ്ങളെ കാണുമ്പോൾ അവരുടെ വീട്ടിലെ ഡോറ് പോലും ആണെന്ന് ചിന്തിക്കാതെ വലിയ ശബ്ദത്തോടെ ദേഷ്യത്തോടെ അടച്ചിട്ട് അവർ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ട് അവരങ്ങ് പോകും. ഈ മഴയത്ത് വന്ന് കയറിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കും. പക്ഷെ നമുക്കത് പെട്ടെന്ന് ഒത്തിരി മനസ്സിന് വേദന ഉണ്ടാക്കുന്ന സമയമായിരുന്നു. എനിവേ ഞങ്ങൾ കിട്ടിയ സമയം ഔട്ട്റീച്ച് ചെയ്യും. പുസ്തകങ്ങളൊന്നും ചിലവാകുന്നില്ല, തിരിച്ചു വരും. അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അങ്ങ് പോയി. ആ സമയത്താണ് ഈ മാതാവിനെ അയച്ച് ദൈവം അങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തി ഞങ്ങളുടെ കൺമുമ്പിൽ കാണുവാനായിട്ടും ദൈവം അവസരം ഒരുക്കി തന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ഞാൻ ടീമിൽ നിന്ന് നാട്ടിൽ വന്ന് കോട്ടയത്തുള്ള എബനേസർ ബൈബിൾ കോളേജിൽ വന്ന് പഠനം ആരംഭിച്ചു. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ 1997 പഠിക്കാനായിട്ട് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് എൻ്റെ പഠനം ആരംഭിച്ചു. പഠിച്ച് ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പെട്ടെന്ന് ഈ വീക്കെൻഡിൽ സമയം കിട്ടുമ്പോൾ ഞാൻ ഭവനത്തിൽ വരും. അങ്ങനെ ഭവനത്തിൽ വന്നപ്പോൾ വരുന്നതിന് 2 ദിവസം മുന്നേ ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചു. ആ ദർശനം എൻ്റെ ഭവനത്തെക്കുറിച്ചും എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷിക്കുന്ന സഭയെക്കുറിച്ചും പിന്നെ എൻ്റെ ഈ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അന്ന് കാണിച്ചത്. അങ്ങനെ 3 വിഷയങ്ങൾ 7 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്നും 4ാമത്തെ വിഷയം ഇപ്പോൾ ആരോട് നീ പറയരുത്, സമയമാകുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തും എന്ന് ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് ഇടപെടുകയാണ്. അപ്പോൾ ഞാൻ ഒരു ദർശനം പോലെ കാണുകയാണ്. ഞാൻ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ വിചാരിച്ചു പുലർച്ചെ 4 മണിക്കാണ്. ഞാൻ വിചാരിച്ചു ഇതൊരു സ്വപ്നമായിരിക്കും, എൻ്റെ തോന്നലായിരിക്കും. 2ാമത്തെ ദിവസവും ഇതേ സമയത്ത് ഇതേ വിഷയം തന്നെ കാണിച്ചു. 3ാമത്തെ ദിവസം ഞാൻ ഭവനത്തിൽ വന്നു. വീക്കെൻഡിൽ അവധി കിട്ടിയപ്പോൾ ആരാധന കൂടി പപ്പയും മമ്മിയും കണ്ട് തിരിച്ച് കോളേജിൽ പോകാമെന്നുള്ള ചിന്തിച്ച് ഞാൻ വീട്ടിൽ വന്നു. അന്ന് ഞായറാഴ്ച രാവിലെയും പുലർച്ചെ ഇതേ ദർശനം തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ 5 മണിക്ക് ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പപ്പ എഴുന്നേക്കും. എന്നിട്ട് വീട്ടിൽ ഒരു പുളിമരമുണ്ട്, അവിടെ റെക്കോർഡ് പാട്ടിടും. അപ്പോൾ ചുറ്റുപാടുള്ളവർ എഴുന്നേറ്റ് അവരുടെ പ്രാർത്ഥനയും ജോലി കാര്യങ്ങൾ തുടങ്ങും. പപ്പ 2 പാട്ട് കഴിയുമ്പോൾ വചനം കുറച്ച് സമയം അവിടെയുള്ളവരോട് അറിയിക്കും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. അപ്പോൾ പ്രാർത്ഥിക്കും. പപ്പ എഴുന്നേറ്റപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പപ്പയോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ദർശനം ഞാൻ കണ്ടു. 3 വിഷയങ്ങൾ നമ്മുടെ ഭവനത്തെക്കുറിച്ചാണ്. അതിലൊന്ന് പപ്പയുടെ ചർച്ചിലെ ഒരു വിഷയമാണ്. 4ാമത്തെ വിഷയം ഈ 3 വിഷയം 7 ആഴ്ചക്കുള്ളിൽ നടക്കുമെന്നും 4ാമത്തെ വിഷയം ഇപ്പോൾ നീ ആരോട് പറയരുത്, സമയമാകുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നടത്തും എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അത് ഭവനത്തിൽ പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആരോടും പറയരുത്. ഓക്കെ, ഈ 3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. പപ്പ അതെല്ലാം നോട്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുടുംബ പ്രയർ കഴിഞ്ഞു. ഞങ്ങളുടെ റൂമുകളിലേക്ക് പോയി. അപ്പോൾ പപ്പയുടെ ശുശ്രൂഷയും ആരംഭിച്ചു. അങ്ങനെ രാവിലെ ഞങ്ങൾ തയ്യാറായി ചർച്ച് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കോളേജിൽ വന്നു. എൻ്റെ പഠനം തുടങ്ങി. ദിവസങ്ങൾ മുന്നോട്ട് പോയി. വീട്ടിൽ നിന്ന് ഫോൺ വന്നു, മോനെ
കണ്ടതുപോലെ ഇങ്ങനെ ഒരു സംഭവം നടന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും അതുപോലെ ഇങ്ങനൊരു വിഷയമുണ്ട്. മൂന്നാമത്തെ വിഷയം അങ്ങനെ നടക്കുവാനിടയായി. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, മോനെ നാലാമത്തെ വിഷയം എന്താ, മോനൊന്ന് പറയാവോ, വല്ല അനർത്ഥമാണോ അപകടമാണോ എന്താണെന്ന് അറിയില്ലല്ലോ, മോനൊന്ന് പറയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പേ അതിപ്പോൾ പറയരുതെന്നാണ് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ വിഷയം ഇങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ കോളേജിലേക്ക് വന്നു, പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയം ഇങ്ങനെയായിരുന്നു. നാലാമത്തെ വിഷയം, കേരളത്തിൽ നിന്ന് ഞാൻ ആ ദർശനം കാണുന്നതിൻ്റെ 10ാം മാസം എനിക്ക് ഒരു സൈക്കിൾ ദൈവം തരും. ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്ത് കേരളത്തിൽ നിന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിൽ പോയി ചർച്ചില്ലാത്ത ഒരു ഗ്രാമത്തിൽ പോയി പ്രവർത്തനം ആരംഭിക്കണം, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. അതിനു വേണ്ടിയാണ് ദൈവം എന്നെ ആ ദർശനം കാണിച്ചത്. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ദൈവാത്മാവ് എന്നോട് അന്ന് സംസാരിപ്പാനിടയായി. അങ്ങനെ ഞാൻ ഈ വിഷയം ദൈവസേനയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പഠനം നടക്കുന്നു. ഏകദേശം 7 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ തേട്ടി വരികയാണ്, എനിക്ക് ആരെങ്കിലോടൊക്കെ ഒന്ന് പറയണം. അപ്പോൾ അന്ന് ദൈവാത്മാവിനോട് പറഞ്ഞത്, അതിനു വേണ്ടി ഒരു മാഗസിനിലും പരസ്യം കൊടുക്കരുത്, 1 രൂപ പോലും കളക്ട് ചെയ്യരുത്, ആരോട് ചോദിക്കരുത്, സമയമാകുമ്പോൾ സൈക്കിളും യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി തരുമെന്ന് ദൈവാത്മാവ് അന്ന് എന്നോട് പറഞ്ഞിങ്ങനെ. അപ്പോൾ ആ വിഷയം വെച്ച് ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. അപ്പോൾ ഈ മനസ്സിലിങ്ങനെ തേട്ടി വരുന്നതുകൊണ്ട് ഞാൻ ഒരു 7ാം മാസമായപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന 1-2 സഹോദരന്മാരുണ്ട്. അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ദർശനം കണ്ടിട്ടുണ്ട് സഹോദര, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവ് അവസരം തരികയാണെങ്കിൽ ഞാൻ ഇന്ന മാസം ഞാൻ അങ്ങോട്ട് യാത്ര തിരിക്കും, എത്ര പ്രതിസന്ധികൾ വന്നാലും കോളേജിൽ നിന്ന് വിട്ടില്ലെങ്കിലും ഞാൻ പോകും, കാരണം അതിന് ഈ ദർശനത്തിൻ്റെ അടയാളമായിട്ട് എനിക്ക് 3 കാര്യങ്ങൾ നേരത്തെ ദൈവം കാണിച്ചു, അതെല്ലാം നടന്നിരിക്കുക, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവരും പ്രാർത്ഥിച്ചു. എങ്ങനെയോ സഹപാഠികളല്ലേ, അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ മറ്റുള്ള സൗരങ്ങളിലേക്ക് പാസ്സായി ഈ വിഷയം. അങ്ങനെ കോളേജിലും ചുരുക്കി പറഞ്ഞ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ചാപ്പൽ നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പളും ഡയറക്ടറും അവരൊക്കെ വന്നിരിക്കും. ഒരു ദിവസം എന്നോട് ഡയറക്ടർ സാബ് ഇങ്ങനെ സംസാരിച്ചു, ദൈവാസനം ചോദിച്ചു, സഹോദരൻ ഞാനിങ്ങനെ പ്രസാദ് ഒരു കാര്യം കേട്ടല്ലോ, തന്നെ ദൈവം താൻ ഒരു ദർശനം കണ്ടു, ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് സൈക്കിളിൽ പോകാനായിട്ട് താൻ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുവെന്ന്, അതുകൊണ്ട് എന്തായാലും താൻ നല്ലപോലെ പ്രാർത്ഥിക്കണം, കാരണം സാത്താനും ദർശനമൊക്കെ കാണിക്കും, അതുകൊണ്ട് നല്ലപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ തല കുനിക്കുക, ഒന്നും മറുപടി പറഞ്ഞില്ല. കൂടെ ഉള്ളവരെ അവിടെ ഇരുന്നവരൊക്കെ ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നേരത്തെ ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് തടസ്സങ്ങളും പരിഹാസവും മറ്റു വിഷയങ്ങളൊക്കെ വരും, പക്ഷെ പിന്മാറരുത്, സമയമാകുമ്പോൾ ദൈവം അതിനു വേണ്ടി വഴി തുറക്കുമെന്ന്. അങ്ങനെ ഏകദേശം 7ാം മാസം കഴിഞ്ഞു. 8ാം മാസമായപ്പോൾ ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ബ്രദറെ ഞങ്ങളോടും ദൈവാത്മാവ് സംസാരിക്കുന്നു, ഞാനും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഈ യാത്രയിൽ. ഞാൻ പറയാം, എൻ്റെ പൊന്നു സഹോദര, ഇത് എളുപ്പമുള്ള കാര്യമല്ല, നമ്മൾ ഇത്രയും ദൂരം സൈക്കിളിൽ പോകണം, സൈക്കിൾ എന്ത് യാത്ര ചെയ്യുമ്പോൾ കടക്കാൻ വൈകിട്ട് നമുക്ക് അവസരം കിട്ടില്ല, ചിലപ്പോൾ ഭക്ഷണം കാണത്തില്ല, കയ്യിൽ പൈസ കാണത്തില്ല, ഒത്തിരി പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും നോക്കും, ഇത് ദൈവം എന്നെ കാണിച്ചല്ലേ, ബ്രദറിൻ്റെ ഒരു തോന്നലായിരിക്കും, വിട്ട് കളയാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. പിന്നെയും അദ്ദേഹം പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇല്ല എന്നോട് ദൈവാത്മാവ് തൻ്റെ യാത്രയോട് കൂടെ ജോയിൻ ചെയ്യാനായിട്ട്, ഈ മിഷൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്ക്, ദൈവഹിതം പോലെ നടക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ വേറൊരു ബ്രദറും വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പോകണം, ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, തന്നോടുകൂടെ ഈ യാത്രയിൽ ജോയിൻ ചെയ്യാനായിട്ട്, ഒരുമിച്ച് പോകാനായിട്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പോകുന്ന വഴിക്ക് വല്ല യാത്രയിൽ വല്ല ട്രക്ക് തട്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പോലെയല്ല, വടക്കേന്ത്യയിലേക്ക് പോകുമ്പോൾ വിജനമായ സ്ഥലത്തോടെ പോകണം, ഗ്രാമങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, ടൗണിൽ താമസിക്കുന്നു ഒരുമിച്ച്, ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വിജനമായി കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തെങ്കിലും വഴിയിൽ വെച്ച് സംഭവിച്ചാൽ ആരും അറിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒന്നും ഇത്രയും റിസ്ക് എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല,
ദൈവം എന്നോടല്ല പറഞ്ഞു, ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ ദിവസങ്ങൾ മുന്നോട്ട് പോയി, ആഴ്ചകൾ പോയി. അവരെന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു വന്നിട്ട്, ഇല്ല, ശക്തമായിട്ട് ദൈവം ഞങ്ങളോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ സംസാരിക്കുക, പേരൻസ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, കോളേജിൽ നിന്ന് പെർമിഷൻ തരികയാണെങ്കിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ മാതാപിതാക്കൾ അതിനെ അനുവദിച്ചു. കോളേജിൽ നിന്ന് അങ്ങനെ പോകാനായിട്ടൊരു അനുവാദമില്ലായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദർശനമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോ, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു ഓക്കെ, അത് മതി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ 3 പേർക്ക് പോകണമെങ്കിൽ സൈക്കിൾ വേണം, സൈക്കിളില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 8-ാം മാസം 9-ാം മാസം കണ്ട് 8-ാം മാസം കഴിഞ്ഞ് 9-ാം മാസമായി. അന്ന് ഈ ദർശനം കണ്ടതിൻ്റെ 9-ാം മാസം വൈപ്പിൻ ദ്വീപിൽ കോളേജിൽ നിന്ന് വീക്കെൻഡിൽ ഞങ്ങളെ ഔട്ട്റീച്ചിന് വേണ്ടി വിടും. അപ്പോൾ ഔട്ട്റീച്ചിന് വേണ്ടി വിടുമ്പോൾ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ, ഓരോ ടൗണുകളിൽ പോയി പ്രവർത്തിക്കും. അങ്ങനെ എൻ്റെ ടീം ഒരു ഗ്രാമത്തിലേക്ക് പോയി, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം വൈപ്പിൻ ദ്വീപിൽ പോയി. അങ്ങനെ എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിൽ പോയിട്ട് അവിടെ ഔട്ട്റീച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ബിലീവേഴ്സ് ചർച്ച് കണ്ടു. അപ്പോൾ ആ ബിലീവേഴ്സ് ചർച്ചിൽ പോയിട്ട് കിട്ടിയ കോണ്ടാക്റ്റ്, പ്രാർത്ഥന വിഷയങ്ങളൊക്കെ അവിടുത്തെ ദൈവാസന് കൊടുക്കാൻ പോയി. അവർ അവിടെ ചെന്ന് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ദൈവാസം പ്രാർത്ഥിച്ചു. എന്നിട്ട് ചോദിച്ചു, വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ, ഞാനില്ലായിരുന്നു അതിനകത്ത്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സഹോദരൻ നോർത്തിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം ഇങ്ങനെ ദർശനം കാണിച്ചു, അദ്ദേഹം സൈക്കിളിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുക, അദ്ദേഹത്തിനും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം അദ്ദേഹത്തിന് വേണ്ടി വഴികൾ തുറക്കട്ടെ എന്ന്. അങ്ങനെ ആ ദൈവദാസൻ കേട്ട വഴിക്ക് പ്രാർത്ഥിച്ചു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞിട്ട്, മോനച്ചൻ ഐസക് എന്നാണ് ആ ദൈവദാസൻ്റെ പേര്. ആ ദൈവദാസൻ പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കിള് ആ ബ്രദറിന് വേണ്ടി ഞാൻ കൊടുക്കാം, എപ്പോഴെങ്കിലും അന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സഹോദരന്മാർക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവർ തിരിച്ച് കോളേജിൽ വൈകിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു സൈക്കിൾ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ, എവിടുന്ന്? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു ദൈവാസം താങ്കളെക്കുറിച്ച് പോകുന്ന യാത്രയെക്കുറിച്ച് കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിരിക്കുക, അതുകൊണ്ട് പോയി അത് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഓർക്കെ കർത്താവിന് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയിരുന്ന് ചിന്തിക്കുക, ഇത് ശരിയാണോ, ഇത് എന്താണ് ഇങ്ങനെ നടക്കുന്നത്? എൻ്റെ മനസ്സിൽ ഭയങ്കര, അന്ന് മൊത്തം രാത്രി ചിന്തയായിരുന്നു. അങ്ങനെ ആ ആഴ്ച മൊത്തം ചിന്തിച്ച് ശനിയാഴ്ച വീക്കെൻഡ് അവധി കിട്ടിയപ്പോൾ ഞാൻ ജങ്കാറിൽ കയറി ഒരു ബ്രദറിൻ്റെ കൂടെ പോയി. ഞാൻ ആ ദൈവാസനെ കണ്ടു, ആ സൈക്കിളെടുത്ത് തിരിച്ച് ഞാൻ കോളേജിൽ വന്നു. കോളേജിൽ വന്നപ്പോൾ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, അവരിങ്ങനെ പറയാൻ. അപ്പം അവരെന്നോട് ചോദിച്ചു, ബ്രദറെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉറപ്പ്, എന്താണ് ഇതിന് എങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ദർശനം ദൈവം കാണിച്ചു. അന്ന് ദൈവം അതിന് ആധാരമായിട്ട് ഒരു വാക്യം തന്നു. ഹബക്കുക്ക് പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. അങ്ങനെ ആ വചനം എൻ്റെ മനസ്സിലേക്ക് വരികയും ഞാൻ ആ വചനം വെച്ച് എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ദിവസങ്ങൾ പിന്നെ മുന്നോട്ട് പോയി. അപ്പോൾ കൂടെയുള്ള 2 പേരിൽ പോരാൻ തയ്യാറായിരിക്കുന്ന അതിൽ ഒരു ബ്രദർ ചോദിച്ചു, ബ്രദറെ, അങ്ങനെയാണെങ്കിൽ ബ്രദറിന് സൈക്കിളുണ്ട്, ഞങ്ങളെങ്ങനെ പോവും? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരുക്കും. ആരോട് ചോദിക്കരുത്, ആരോട് ചോദിക്കരുത്. ചോദിച്ചാൽ അത് നമ്മുടെ ദൈവം അറിയിച്ചിരിക്കുന്ന അതിന് മാറ്റം വരും. അതുകൊണ്ട് നമ്മൾ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, എനിക്ക് സൈക്കിൾ ലഭിക്കാത്തത് ഒരുപക്ഷെ എൻ്റെ വീട്ടിലൊരു സൈക്കിളുണ്ട്, അതുകൊണ്ടായിരിക്കും, അത് പോയി എടുത്തുകൊണ്ട് വരാം എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എടുത്തുകൊണ്ട് വരാം. ഞങ്ങൾ ഒരുമിച്ച് ഒരു വീക്കെൻഡിൽ പോയി. ഇടുക്കിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, കരിമ്പലിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ചെറിയ ഭവനമാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ഒരു ശനിയാഴ്ച ഞങ്ങൾ ചെല്ലുന്നത്, ഞായറാഴ്ച ആരാധന കൂടി ഞങ്ങൾ തിരിച്ചു പോന്നു. ശനിയാഴ്ച ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊണ്ടുവന്ന് തന്നു. കുടിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ചാക്ക് വലിച്ചുകൊണ്ട് വന്നു.
ആ ചാക്കിനകത്ത് തുറന്ന് കാണിച്ചപ്പോൾ സൈക്കിളെല്ലാം ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുക. പണ്ട് അദ്ദേഹം എന്തോ ചെറിയ ജോലി എന്തോ ചെയ്തുകൊണ്ടിരുന്ന, ഐസ്ക്രീമിൻ്റെ ആണോ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈക്കിള് അദ്ദേഹത്തിന് വീട്ടിലുണ്ടായിരുന്നു. ആ ഒടിഞ്ഞ് പറഞ്ഞ സൈക്കിൾ ഞാൻ ചോദിച്ചു, ഇതും കൊണ്ടാണ് നമ്മൾ പഞ്ചാബിലേക്ക് പോകുന്നത്, എങ്ങനെ പോകും? അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കത് കൊണ്ട് ശരിയാക്കി എടുക്കാം. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി അവിടെ വിശ്രമിച്ചു. പിറ്റേ ദിവസം ആരാധന കഴിഞ്ഞ് ഒരു ബസ്സിൻ്റെ മുകളിൽ ആ സൈക്കിൾ എടുത്തിട്ടിട്ട് ഞങ്ങൾ കോട്ടയം തലവലപ്പറമ്പിൽ വന്ന് ഇറങ്ങി. അതുകൊണ്ട് കോളേജിൽ പോയില്ല. കാരണം ആ ഒടിഞ്ഞു പറഞ്ഞ സൈക്കിൾ കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ പഠിക്കുന്നവർ അവർ കൂവി കളിയാക്കും. അതുകൊണ്ട് അത് അവിടെയുള്ളൊരു കടയിൽ നന്നാക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങളത് മേടിക്കാൻ പോയി. അത് വാങ്ങിച്ച് കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ആ രണ്ടാമത്തെ സൈക്കിളും കണ്ടപ്പോൾ, പഴയ സൈക്കിളാണ്, നന്നാക്കി എല്ലാം കണ്ടീഷനാക്കി. അതിനിപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ 10ാം മാസം പൂർത്തിയാകുന്നതിൻ്റെ, യാത്ര തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞാൻ അങ്ങനെ അവിടുന്ന് ലൈബ്രറി ഡിന്നർ കഴിഞ്ഞിട്ട് ലൈബ്രറിയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ അവിടെ ക്യാമ്പസിൽ ഒരു മാത്യൂസ് എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, നാളെയല്ലേ നിങ്ങൾ പോകുന്ന ഡേറ്റ് പറഞ്ഞത്, അപ്പോൾ എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ 1998 ഡിസംബർ 19 രാത്രിയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തയ്യാറായി, 2 സൈക്കിളുണ്ട്, ഞങ്ങൾ 3 പേര് റെഡിയാണ്, ബാക്കി ദൈവം പ്രവർത്തിക്കട്ടെ, കോളേജിൽ നിന്ന് ലിറ്ററേച്ചർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എനിവേ സാറും രാവിലെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട വഴിക്ക് അദ്ദേഹം, ഞാനിത് പറഞ്ഞിട്ട് ഞാൻ 2 ചുവട് മുന്നോട്ട് വെച്ചു. അദ്ദേഹം പെട്ടെന്ന്, പ്രസാദ് ഒരു മിനിറ്റ് നിൽക്കുന്നു പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം, ഞാൻ പണ്ട് പട്ടാളത്തിൽ ആയിരുന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈക്കിൾ ഇരിപ്പുണ്ട്, വളരെ സൂക്ഷിച്ച് തൂത്ത് തുടച്ച് വെച്ചിരിക്കുന്ന, ബ്രദർ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ആ സൈക്കിൾ പോയി എടുത്തുകൊണ്ട് വന്നു. എടുത്ത് കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി കൂടെ പഠിക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ചലഞ്ച്, ഭയങ്കര ഒരു സന്തോഷം. അവർക്ക് മനസ്സിലായി ഇത് ദൈവം കാണിച്ചിരിക്കുന്ന ദർശനം തന്നെ. അപ്പം നിങ്ങൾക്ക് പോകാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്, ദൈവം എല്ലാം തന്നിട്ടുണ്ട്, അവരോടൊന്നും ഒരു പിരി പോലും എടുത്തില്ല. അങ്ങനെ രാത്രി വിശ്രമിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബൈബിളും 2-3 ജോഡി ഡ്രസ്സും ഒരു പെപ്സിയുടെ ഒരു 2 ലിറ്ററിൻ്റെ കാലി ബോട്ടിലുകളിൽ കയറ് കെട്ടിയിട്ട് വെള്ളം നിറച്ച് സൈക്കിളിൻ്റെ ഫ്രണ്ടിലിട്ടു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ചെറിയൊരു ബോർഡ് എഴുതി വെച്ചു, കേരള ടു പഞ്ചാബ്, കേരള ടു ചണ്ഡീഗഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എഴുതി വെച്ചിട്ട് ഞങ്ങൾ 2 സാറുമാർ വന്നു. അവരോട് പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിച്ചു വിടണം. രാവിലെ 7 മണിയായപ്പോൾ ദേവാസന്മാർ വന്നു, ഞങ്ങളെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ കോളേജിൽ നിന്ന് ഓരോ ബണ്ടിൽ ലിറ്ററേച്ചർ എടുത്ത് ഞങ്ങളുടെ സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് കെട്ടി. ആ ലിറ്ററേച്ചറിൻ്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത്, ഒടുവിൽ നീ എവിടെ എത്തും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന ആ കാര്യത്തെക്കുറിച്ച്, അന്ത്യം അല്ലെങ്കിൽ ആ നിത്യത, അതിനെക്കുറിച്ചാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒടുവിൽ നീ എവിടെ എത്തും. ആ ഹെഡിങ്ങിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ട്രാക്റ്റുകൾ ഞങ്ങൾ സൈക്കിളിൽ കെട്ടിവെച്ചു. എന്നിട്ട് കുറച്ച് ട്രാക്റ്റുകൾ സൈക്കിളിൻ്റെ 2 ബ്രേക്കിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്, അതിൽ ഫോൾഡ് ചെയ്ത് വെച്ചു. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ബെല്ലടിച്ച് അതിൽ നിന്ന് ഓരോന്ന് എടുത്തു കൊടുക്കാനായിട്ട്. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ 3 പേരും യാത്ര തുടർന്നു. ആദ്യം കോട്ടയം തലവലപ്പറമ്പ് ടൗണിൽ വന്ന് സൈക്കിൾ ഒരിടത്ത് 3 വെച്ചിട്ട് 2 സൈഡിലും ഉള്ള ജനങ്ങൾക്കും കടകളിലും യാത്രക്കാർക്കെല്ലാം ലിറ്ററേച്ചർ കൊടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ 50 കിലോമീറ്ററോളം യാത്ര ചെയ്ത്, ആദ്യത്തെ ദിവസം 50 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഞങ്ങൾ ഒരു ദേവാസിൻ്റെ ഭവനത്തിൽ പോയി വൈകിട്ട് അവിടെ വിശ്രമിച്ചു. എനിക്ക് സൈക്കിൾ തന്ന ആ ദേവാസിൻ്റെ ഭവനത്തിൽ രാത്രി വിശ്രമിച്ചു. അവിടുന്ന് പിറ്റേ ദിവസം ആ ദേവാസൻ അല്പം ആഹാരമൊക്കെ പാക്ക് ചെയ്ത് തന്നു. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ അയച്ചു. ഞങ്ങൾ അവിടുന്ന് കൊടുങ്ങല്ലൂർ വഴി, കേരളത്തിൻ്റെ തീരദേശം വഴി ലിറ്ററേച്ചർ കൊടുത്ത് അങ്ങനെ ചന്ദ്രാപിനി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അങ്ങനെ അവിടെ ഏകദേശം 50-60 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ വന്നതിന് ശേഷം രാത്രി വിശ്രമിച്ചു. അന്ന് എൻ്റെ ജ്യേഷ്ഠൻ അവിടെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഏജി ചർച്ചിൽ ശുശ്രൂഷയിലായിരുന്നു. അന്ന് രാത്രി അവിടെ ഞങ്ങൾ വിശ്രമിച്ചു. പിറ്റേ ദിവസം എന്നോട് ജ്യേഷ്ഠൻ പറഞ്ഞു, പ്രസാദ്, നീ ഇത്രയും ദൂരം സൈക്കിളിൽ പോകണ്ട, ഒരു കോഴിക്കോട് വരെയൊക്കെ നീ പോയിട്ട് പോരെ, എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ എന്നിട്ട് ടിക്കറ്റ് എടുത്ത് തരാം, നിങ്ങളെല്ലാവരും ട്രെയിനിൽ പോയി നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു.
പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, എന്നോട് ദൈവം പറഞ്ഞതിന് ഞാൻ ഇനി ഒന്നും പിന്മാറുന്നില്ല. ഈ സൈക്കിളും ഇവിടം വരെ കർത്താവാണ് കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് മതിയായ ദൈവമാണ്. എൻ്റെ ജ്യേഷ്ഠനോട് പ്രാർത്ഥിച്ച് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ജ്യേഷ്ഠൻ്റെ അഡ്രസ്സിലുള്ള ലിറ്ററേച്ചറുകൾ സ്റ്റാമ്പ് ചെയ്ത് ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവിടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ആ ലിറ്ററേച്ചർ കൊടുത്തു പോകും. അങ്ങനെ എവിടെ ചെന്നാലും അവിടെ വിശ്രമിച്ചിട്ട് അവിടുത്തെ ദേവാസിൻ്റെ അഡ്രസ്സിലുള്ള ട്രാക്റ്റുകൾ സ്റ്റാമ്പ് ചെയ്ത് ഞങ്ങൾ സുവിശേഷ ലഘുലേഖകൾ കൊടുത്ത് ഞങ്ങൾ പോകും. ആർക്കെങ്കിലും വായിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ യാത്ര ചെയ്ത് പോവുകയല്ലേ, ആ ലോക്കൽ ചർച്ചിൽ അവിടെയുള്ള ദേവാസനായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും മുന്നോട്ട് പോകുവാൻ കഴിയും. അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ യാത്ര ചെയ്ത് പോവുകയാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരാഴ്ച എടുത്തു കേരളത്തിന് അതിർത്തി വിടാനായിട്ട്. കേരളത്തിലെ മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ദേവാസിനോട് പറയാം എനിക്ക് 100 കിലോമീറ്ററിനുള്ളിൽ ഒരു ദേവാസിൻ്റെ അഡ്രസ്സ് തരണം. കാരണം ഞങ്ങൾ മുന്നമേ ആരോടും വിളിച്ച് പറഞ്ഞു പോകാനുള്ള മൊബൈൽ സൗകര്യമില്ല, ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അഡ്രസ്സ് മേടിച്ച് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവരോട് പറയും ഞങ്ങളിങ്ങനെ കോളേജ് സ്റ്റുഡൻസ് പഞ്ചാബിലേക്ക് പോകുന്നു, ലിറ്ററേച്ചർ കൊടുത്ത് ഞങ്ങൾ ഇവിടം വരെ വന്നു, നാളെ രാവിലെ ഇവിടുന്ന് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് രാത്രി വിശ്രമിക്കാനായിട്ട് അവസരമുണ്ടോ എന്ന് ആ ദിവസം ചോദിക്കും. അപ്പോൾ അവർ അല്പസമയം ചിന്തിച്ചിട്ട്, കാരണം അവർക്ക് ഞങ്ങളെ പരിചയമില്ല, പിന്നെ കോളേജിൻ്റെ ഒരു ലെറ്റർ ഉണ്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുള്ളത്, അത് അവരെ കാണിക്കും. അതിനുശേഷം പിന്നെ അവർ അവസരം തരും. അങ്ങനെ രാത്രി അവിടെ വിശ്രമിക്കും, ഭക്ഷണം തരും, ഞങ്ങൾ കഴിച്ച് പ്രാർത്ഥിച്ച് അവിടെ കിടക്കും. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ സൈക്കിളിൽ ആദ്യത്തെ ഒരു അനുഭവമല്ലേ, ഇത്രയും കിലോമീറ്റർ ഒന്നും ഒരിക്കലും ജീവിതത്തിൽ സൈക്കിളിൽ ഓട്ടിയിട്ടില്ല. അപ്പോൾ കാലിന് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര വേദനയാണ്, മസിലിങ്ങനെ കയറിയിട്ട്. എൻ്റെ കൂടെയുള്ള സഹോദരന്മാരുടെ പേരാണ്, ഒരു സഹോദരൻ്റെ പേരാണ് മനോജ്, മറ്റേ സഹോദരൻ്റെ പേര് സിനോജ്. ഒരാൾ മനോജ് റാന്നിക്കാരനും സിനോജ് ഇടുക്കി കരിമ്പൻ അവിടെ നിന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയും അവരും എന്നെപ്പോലെ കാലിന് വേദനയാണ്. അപ്പോൾ അവർ പറയും എൻ്റെ കാല് പിന്നെ ആര് തിരുമ്മി തരും? അപ്പോൾ തമ്മി തിരുമ്മി കൊടുക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ വേദന. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു കാലം കൊണ്ട് ഒരു കാല് തിരുമും. അങ്ങനെ ആദ്യത്തെ 3-4 ദിവസം വേദനയൊക്കെ സഹിച്ച് ഞങ്ങൾ കോഴിക്കോട് വരെ എത്തി. അപ്പോഴേക്കും ഒരു പരുവായി കാലൊക്കെ. അങ്ങനെ കേരളം വിട്ടപ്പോഴേക്കും ആ കാലിൻ്റെ വേദനയൊക്കെ കുറഞ്ഞ് കുറച്ചും കൂടി സ്ട്രോങ് ആയി. അങ്ങനെ കേരളത്തിൻ്റെ അതിർത്തി എത്തിക്കഴിഞ്ഞപ്പോൾ തലശ്ശേരി ഒരു ദിവസം എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്ന് രാത്രി കിടക്കാനായിട്ട് വിശ്രമിക്കാനായിട്ട് ചർച്ച അറിയത്തില്ല. അന്ന് അവിടെ ചർച്ചൊന്നുമില്ല. അപ്പോൾ ഒരു അഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും, രാത്രി സൈക്കിൾ കൊണ്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്തുള്ള കടക്കാരോട് ചോദിച്ചപ്പോൾ അവിടെ ചെറിയൊരു ലോഡ്ജ് കിട്ടി. അന്ന് 150 രൂപയോ 100 രൂപ കൊണ്ട് കൊടുത്ത് ആ ലോഡ്ജിൽ ഒരു റൂം എടുത്തിട്ട് സൈക്കിൾ വരെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു റൂമിൽ ഞങ്ങളെല്ലാവരും കൂടി വിശ്രമിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ച് ഫ്രഷായി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹിയിൽ നിന്ന് ഹരിയാന, പഞ്ചാബിൻ്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് വരെ എത്തുവാനായിട്ട് കർത്താവ് ഭാഗ്യം നൽകി. ഏകദേശം കേരളത്തിൽ നിന്ന് 3500 കിലോമീറ്ററോളം യാത്ര ചെയ്യുവാൻ കർത്താവ് അവസരം നൽകി. ഏകദേശം 2 മാസത്തോളം എടുത്തു അവിടം വരെ എത്താനായിട്ട്. 1998 ഡിസംബർ 20-നാണ് യാത്ര തിരിക്കുന്നത്. 1999 ഫെബ്രുവരി 28-ന് ചണ്ഡീഗഡിലെത്തി. ഈ 3500 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് ഒരു പ്രത്യേക അനുഭവം നിങ്ങളോട് പറയുവാൻ, എല്ലാ പ്രേക്ഷകരോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം പോലും എൻ്റെ സൈക്കിളിന് പഞ്ചറാകുവാനായിട്ട് കർത്താവ് അനുവദിച്ചില്ല. എൻ്റെ കൂടെയുള്ള സഹോദരന്മാർക്ക് 2 പ്രാവശ്യം രാജസ്ഥാൻ വഴി ആ മുള്ളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് വന്നപ്പോൾ 2 പ്രാവശ്യം അവർക്ക് പഞ്ചറായി. പക്ഷേ എൻ്റെ സൈക്കിൾ ഒരു പ്രാവശ്യം പോലും പഞ്ചറാകുവാനായിട്ട് അനുവാദം വന്നില്ല, കർത്താവ് അനുവദിച്ചില്ല. തമാശയ്ക്ക് എൻ്റെ സഹോദരന്മാർ കൂടെ ഉള്ളവർ പറയും ഇവൻ്റെ എന്താ പഞ്ചറാവാതെ, ഇവിടെ ഒരു മുള്ളെടുക്കുക അവൻ്റെ ഒന്ന് പഞ്ചറാക്കാം എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാനായിട്ട് കർത്താവ് അനുവദിച്ചില്ല. അതും എൻ്റെ വിശ്വാസത്തിനും എൻ്റെ വിളിക്കും എന്നെ കാണിച്ച ദർശനത്തിൻ്റെ ഉറപ്പിനും എനിക്കത് കാരണമായി തീർന്നു. അങ്ങനെ ആ യാത്രയിൽ ജയ്പൂർ സിറ്റിയിലും ഡൽഹിയിൽ വെച്ച് 2 ആക്സിഡൻറ്റ് നടന്നു. അതിൽ ജയ്പൂർ സിറ്റിയിൽ ഞങ്ങൾ വൈ യോഹനാൻ എന്ന് പറയുന്ന ഒരു ദേവാസിൻ്റെ
ഭവനത്തിൽ രാത്രി വന്ന് വിശ്രമിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്ന വിശ്രമിച്ച് അവിടെ പിറ്റേ ദിവസം എഴുന്നേറ്റ് തയ്യാറായി ലിറ്ററേച്ചർ അവിടുത്തെ ദേവാസിൻ്റെ അഡ്രസ്സിലുള്ള ലിറ്ററേച്ചർ കളക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എന്തു പറയുന്നത് സിഗ്നൽ, റെഡ് സിഗ്നൽ. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ നിർത്തിയിട്ട് പബ്ലിക്കിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു റോങ് സൈഡിൽ നിന്ന് ട്രാക്ടർ വന്നിട്ട്, മുനിസിപ്പാലിറ്റിയുടെ ട്രാക്ടർ വന്ന് എൻ്റെ സൈക്കിളിൽ വന്ന് ഇടിച്ചു. ഞാൻ തെറിച്ച് വീണു. എൻ്റെ സൈക്കിളിൻ്റെ മുകളിൽ ട്രാക്ടർ കയറി. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കിയിട്ട് എൻ്റെ ശരീരത്തിൽ ഒരു പോറ് പോലും പറ്റാതെ സ്വർഗത്തിൽ അപ്പച്ചൻ എന്നെ രക്ഷിച്ചു. ആ സൈക്കിളിൻ്റെ മുകളിൽ ട്രാക്ടറിൻ്റെ ഫ്രണ്ട് വീല് കയറി, അത് മൊത്തം ബെൻഡായി. അപ്പോൾ അവിടെ പോലീസുകാരൻ നിൽപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തോട് എഴുന്നേറ്റ് പറഞ്ഞു, കണ്ടോ ഇദ്ദേഹം റോങ് സൈഡിൽ നിന്ന് വന്ന്. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. നമ്മൾ പരദേശികൾ. അദ്ദേഹം അവർ അത് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി സിഗ്നൽ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ട്രാക്ടർ പുറകോട്ട് എടുക്കാൻ പറഞ്ഞു. ട്രാക്ടറിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പൊക്കാൻ പറ്റില്ല, അവരിങ്ങനെ പൊക്കി അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ സൈക്കിൾ വലിച്ച് സൈഡിലേക്ക് ആക്കി. അദ്ദേഹം ട്രാക്ടറുമായിട്ട് പോയി. നമ്മൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്തില്ല. സിഗ്നൽ വന്നു, യാത്രക്കാരെല്ലാം മുന്നോട്ട് പോയി. ഞങ്ങൾ തമ്മിൽ സഹോദരങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്, ഇനി എന്താ ചെയ്യുക, എങ്ങനെ മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവം എന്തായാലും നമ്മളെ രക്ഷിച്ചില്ലേ, നമ്മൾ രാത്രി കടന്ന് ആ ദേവാസിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഉള്ള ഒരു സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് ഞാൻ ഈ സൈക്കിൾ കൊടുത്ത് നന്നാക്കാനായിട്ട്. ആ ടയറും ട്യൂബിനും ഒന്നും കേടുപറ്റില്ല, റിമ്മ് മാത്രം ബെൻഡായിപ്പോയി. ആ റിമ്മ് മാത്രം ഞങ്ങളുടെ ഉണ്ടായിരുന്ന പൈസയ്ക്ക് മാറ്റിയിട്ട് ആ സെയിം ടയറും ട്യൂബും ഇട്ട് ഞങ്ങൾ അവിടുന്ന് വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം ലിറ്ററേച്ചറായിട്ട് യാത്ര തിരിച്ചു. ഈ യാത്ര മധ്യേ ഈ രാജസ്ഥാനിലൊക്കെ ഇവിടെ എത്തുന്നതിന് മുന്നേ ഗോവയിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്ററോളം ബെൽഗാമിൽ എത്തുന്നതിന് മുന്നേ ഒരു വനത്തിൽ കൂടെയാണ് യാത്ര. ആ വനത്തിൽ കൂടെ വരുന്ന സമയത്ത് താഴെയെല്ലാം സൈൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്നതാണ്, നടന്ന് ആരും പോകരുത്. ഇവിടെ സൈക്കിളിലാണ് പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞാൻ ഗോവയിൽ എൻ്റെ ആൻറ്റിയുടെ ഭവനത്തിലാണ്. ആൻറ്റി അന്ന് അവിടെ താമസിക്കുന്നുണ്ട്. അവരവിടെ ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അങ്കിൾ എന്നോട് അവിടെ വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് പോരുക. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, ഈ വഴി പോകരുത്, കാരണം അവിടെ യാത്രക്കാരെല്ലാം ട്രക്കിനകത്ത്, കാലി പോകുന്ന ട്രക്കിനകത്ത് കയറി അല്ലെങ്കിൽ സൈക്കിളൊക്കെ അതിനകത്ത് വെച്ചാൽ പോകുന്നത്. ഇത്രയും ദൂരെ ഈ വഴി പോകരുത്, മൃഗങ്ങൾക്ക് ഉള്ളതാണ്, അറ്റാക്ക് ഉണ്ടാവും, അതുകൊണ്ട് മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന പോരെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇല്ല, ദൈവം ദർശനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് കട്ട് മാർഗം വേണ്ട, റോഡ് മാർഗം തന്നെ സൈക്കിൾ ചവിട്ടി തന്നെ പോവാം. അങ്ങനെ സൈക്കിൾ തള്ളി ഞങ്ങൾ 23 കിലോമീറ്ററോളം ഒരു പ്രാവശ്യം പോലും സൈക്കിൾ ചവിട്ടാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, അത്രയും വലിയ കുന്നത്. ആ റോട്ടിൽ കൂടെ സൈക്കിൾ തള്ളി ഞങ്ങൾ പോയി. ഞങ്ങളുടെ ഉണ്ടായിരുന്ന ആഹാരം കഴിഞ്ഞു, വെള്ളവും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു പാറയുടെ ഈ റോഡിൻ്റെ, അന്ന് ഡബിൾ റോഡല്ല സിംഗിൾ റോഡ്, പാറയിൽ നിന്ന് വരുന്ന ചെറുതായിട്ട് വരുന്ന ഒരു അരുവി കണ്ടു. അതിൽ നിന്ന് ഇല വെച്ച് ഞങ്ങൾ കുപ്പികളിൽ വെള്ളം നിറച്ച്, നല്ല തണുത്ത വെള്ളം, അത് കുടിച്ച് ഞങ്ങൾ വിശപ്പൊക്കെ അടക്കി ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. അങ്ങനെ വൈകുന്നേരമായി. ബെൽഗാമിൽ എത്തണമായിരുന്നു, അവിടെ എത്താൻ പറ്റുന്നില്ല. രാത്രിയിൽ ഇരുട്ടായി കഴിഞ്ഞു. ഞങ്ങൾ വഴിമധ്യേ റോഡ് പണിക്കാരെ കണ്ടു. അതിൽ ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മലയാളികളാണോ? ഞാൻ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അല്ല, നിങ്ങളുടെ കയ്യിലുള്ള വെള്ളത്തോർത്ത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇതിലാരും അങ്ങനെ പോകില്ല, ഇത് വലിയ അപകടം പിടിച്ച റൂട്ടാണ്, നിങ്ങളിങ്ങനെ പോകരുത്, വല്ല ട്രക്ക് വരുമ്പോൾ അതിനകത്ത് നിങ്ങൾ കയറ്റി വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുക, ഇതുവരെയും ദൈവം സൂക്ഷിച്ചു, മുന്നോട്ട് ദൈവം നടത്തും. അങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് പോയി. ചില സമയം കഴിഞ്ഞ് ഒരു ഇരുട്ടായി. ഇപ്പോൾ അവിടെ ഒരു വീട് കണ്ടു. ഞങ്ങൾ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, ഇവിടെ അടുത്ത് മാർക്കറ്റോ കടകളോ വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഒത്തിരി ദൂരെ പോകണം, ഇനിയിപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകരുത്, രാത്രി ഇത് വനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പിന്നെ രാത്രി ഞങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ റൂം തരാം, ഇവിടെ വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ അവിടെ വിശ്രമിച്ചു. അന്നങ്ങോട്ട് അദ്ദേഹത്തിന് ആ റൂമിന് അങ്ങോട്ട് 50 രൂപ എന്തോ കൊടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ വിശ്രമിച്ചു. അന്ന് അവിടുന്ന് ഭക്ഷണം ഞങ്ങൾക്ക് അവരുണ്ടാക്കി തന്നില്ല, ഉള്ളതുകൊണ്ട് കഴിച്ച് ഞങ്ങൾ അന്ന് വിശ്രമിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അവിടുന്ന് ബെൽഗാമിലെത്തി. അങ്ങനെ ഗോവയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അഡ്രസ്സ് വെച്ച് ഞങ്ങൾ
ബൽഗാമിൽ ആ ദൈവാസിൻ്റെ അടുത്ത് പോയി അന്ന് അവിടെ വിശ്രമിച്ചു. അങ്ങനെ ഈ സ്റ്റേറ്റുകൾ കവർ ചെയ്ത് പഞ്ചാബിൽ എത്തുന്നവരെയും ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഡൽഹിയിൽ വെച്ച് ദൈവാസിനെ വെള്ളം ഒഴുകുന്ന പോലെയാണ് അവിടെ വാഹനങ്ങൾ ഒഴുകുന്നത്. ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 20 കിലോമീറ്റർ സ്പീഡിലാണ് സൈക്കിൾ ഓട്ടുന്നത്. പെട്ടെന്ന് ഫ്രണ്ടിലുള്ളൊരു വണ്ടിക്കാരൻ ബ്രേക്ക് ഔട്ടി ആരോ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ പുറകിൽ ചെന്ന് ഇടിച്ച് റോട്ടിൽ വീണു. പെട്ടെന്ന് ഞാൻ തലപൊക്കി നോക്കുമ്പോൾ എൻ്റെ പുറകിലൊരു വലിയ വാഹനം നിൽക്കുന്നു. അതിൻ്റെ ടയർ ദൈവം എന്നെ അതിൽ നിന്നും അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ആ വാഹനം എൻ്റെ മുകളിൽ കൂടെ കയറാതെ എൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും പറ്റാതെ എന്നെ പെട്ടെന്ന് ആൾക്കാരെല്ലാം വന്ന് പിടിച്ച് വലിച്ച് സൈഡിലേക്ക് ഇരുത്തി. എൻ്റെ സഹോദരങ്ങൾ ഒരാൾ പുറകിലും ഒരാൾ ഫ്രണ്ടിലുമായി അവരും വന്നു. ചോദിച്ചു എന്തെങ്കിലും പറ്റിയോ? ഇല്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ആ ഭയവും വിറയലും ഇതൊക്കെ മാറിയതിന് ശേഷം വെള്ളം കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. ഡൽഹിയിൽ നിന്ന് 3-ാം ദിവസം ചണ്ഡീഗഡിലെത്തി. ചുരുക്കി പറഞ്ഞാൽ ഈ യാത്രയിൽ ദൈവ അത്ഭുതകരമായിട്ട് വഴി നടത്തി. അങ്ങനെ ചണ്ഡീഗഡിലുള്ള പഞ്ചാബിൻ്റെ ക്യാപിറ്റലായിരിക്കുന്ന ചണ്ഡീഗഡിലുള്ള രാജൻ ബേബി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിൻ്റെ ഭവനത്തിൽ വന്നു. വൈകുന്നേരമായപ്പോൾ ദിവാസൻ ഏതോ കോളനിയിലോ ഗ്രാമത്തിൽ ഒരു മീറ്റിങ്ങിന് സുവിശേഷം അറിയിക്കാൻ പോയിരിക്കുകയായിരുന്നു. വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെ കണ്ടു, സ്വീകരിച്ചു. അന്ന് രാത്രി ഞങ്ങൾ അവിടെ വിശ്രമിച്ചു. ദേവാസം പറഞ്ഞു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തു. താമസിയാതെ ദൈവജനം പഠനം പൂർത്തീകരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ ഡൽഹി വന്നിട്ട് തിരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ സൈക്കിള് PTL ടീമിന് കൊടുത്തിട്ട് അദ്ദേഹം ട്രെയിനിൽ തിരിച്ചു പോയി. അദ്ദേഹത്തിന് എക്സാമിൻ്റെ ടൈമായി. ബാക്കി ഞങ്ങൾ 2 പേരായിരുന്നു ചണ്ഡീഗഡ് പഞ്ചാബ് വരെ വന്നത്. ഞങ്ങൾ ഇവിടെ പഞ്ചാബിൽ വന്നിട്ട് 2-3 ദിവസം കുറച്ച് ദിവസങ്ങളെ റെസ്റ്റ് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് തിരിച്ച് കോളേജിലേക്ക് പോയി. അങ്ങനെ നാട്ടിൽ വന്ന് പഠനം തുടർന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ വിവാഹം നടന്നു. അങ്ങനെ ഞാൻ മേഴ്സിയുമായിട്ട് എൻ്റെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞ് അധികം നാളുകൾ വീട്ടിൽ നിൽക്കാതെ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. കാരണം എൻ്റെ വിളി കിടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം. അങ്ങനെ ട്രെയിനിൽ ഞങ്ങൾ യാത്ര വെച്ചു. വീണ്ടും ഈ ദേവാസിൻ്റെ അടുത്ത് പഞ്ചാബിൽ ചണ്ഡീഗഡിൽ വന്ന് ഞാൻ ദേവാസിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുത്തെ പ്രവർത്തനങ്ങളിലായിരുന്നു കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ തന്നെ ഞാൻ സൈക്കിൾ എടുത്തിട്ട് കൊണ്ടുവന്ന സൈക്കിൾ എടുത്തിട്ട് ഞാൻ ചുറ്റുപാടുള്ള കോളനികളിലും ഗ്രാമങ്ങളിൽ പോകുമായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്ന ഗ്രാമത്തിൽ വന്നു. ഒരു ദിവസം വന്നിട്ട് ഞാൻ അവിടെ ഉള്ളവരോട് ചോദിച്ചു ഇത് പഞ്ചാബാണോ? അദ്ദേഹം പറഞ്ഞു അന്നത്തെ ആൾക്ക് അവിടെ ഉള്ളവർ പറഞ്ഞു പഞ്ചാബാണ്. ഞാൻ ചോദിച്ചു ഏത് ജില്ല? പട്യാല ജില്ല. ഇന്ന് അത് വിഭജിച്ച് മൊഹാലി ജില്ലയായി. പട്യാല ജില്ലയാണെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ 1-2 പേരോട് ചോദിച്ചു ഇത് പഞ്ചാബാണോ? അതെ. അപ്പോൾ ഞാൻ കൺഫേം ആക്കി ഇവിടെ തന്നെ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യണം. ഞാൻ അവിടെയൊക്കെ ചോദിച്ചു ഇവിടെ നല്ല ചർച്ച ഉണ്ടോ? ഇല്ല. ഞാൻ ഒരു പിടി മണ്ണെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവെ ഈ മണ്ണിൽ ഈ പ്രദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം നീ എന്നെ സഹായിക്കണമേ, നീ എന്നെ അയച്ചനായി സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് റൂമിൽ വന്നു. ദേവാസിനെ കണ്ടു. എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലം കണ്ടു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഓക്കെ അവിടെ ഒരു ഹരിയാനയിൽ നിന്ന് ഒരു ഫാമിലി അവിടെ പോയി താമസിച്ച് ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്. CNA ഫാമിലിയാണ്, അല്ലാതെ അവിടെ വിശ്വാസികളൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ ബ്രദറിന് അവിടെയാണ് സന്തോഷമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം വന്ന് റൂം തിരക്കി. എനിക്ക് വയലുകളാണ്, അധികം വീടുകളൊന്നുമില്ല. ഒരു 10-15 കടകൾ കാണും. ബാക്കിയെല്ലാം വയലുകളാണ്, ഗോതമ്പ് വയലുകളും. അവിടെ ഇവിടെയൊക്കെ വയലിൽ വീടുകളൊക്കെ പണിതിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ അവിടെ ചുറ്റുപാടും വന്നിട്ട് ഞാൻ തിരക്കിയിട്ട് എനിക്കൊരു ചെറിയ റൂം കിട്ടി. ആ റൂം 500 രൂപയ്ക്ക് ഞാൻ വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് ആ ദേവാസനോട് ചെന്ന് പറഞ്ഞു റൂം എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ റൂം എടുത്ത് ആ ചർച്ചുകാരും ദേവാസനും കുടുംബവും പ്രാർത്ഥിച്ച് ഞങ്ങളെ ആ റൂമിൽ കൊണ്ടുവന്ന് താമസിയാതെ അവിടെ കൊണ്ടുവന്ന് ആക്കി. അവരവിടെ വരുമ്പോൾ ആ വീട്ടിലെ ഹാൻഡ് പമ്പാണ്. ആ വീടിൻ്റെ ഓണർ ഒരാഴ്ചയായിട്ട് വെള്ളം കിട്ടി, പക്ഷേ കലക്കവെള്ളം തെളിയുന്നില്ല. പല മേസ്ത്രിമാരെ കൊണ്ടുവന്നിട്ട് അത് പരിശ്രമിച്ച് നോക്കി തെളിയിച്ചെടുക്കാനായിട്ട്. എല്ലാ പഠിച്ച പണി നോക്കിയിട്ട് അത് തെളിയുന്നില്ല. ഞങ്ങളുടെ റൂം വന്ന് അവർ കണ്ടു, പാസ്റ്റും ഫാമിലിയും കൂടെയുള്ളവരും. ആ റൂമിൽ ഒരു ചെറിയ റൂം മാത്രം, ടോയ്ലറ്റ് ഇല്ല, ബാത്റൂം ഇല്ല, കിച്ചൺ ഇല്ല.
അതൊക്കെ കോമൺ ആയിട്ട് മറ്റുള്ളവരൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് അവിടുന്ന് പോയി. ഞങ്ങൾ അന്ന് രാത്രി ഈ കലക്കവെള്ളം എടുത്ത്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞങ്ങൾ അടുത്ത് വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. വൈഫ് ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്തേ? അത് ആ പുള്ളിക്കാരിയുടെ വീട്ടിൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ മുക്കിയെടുക്കാം. അതുപോലെ കൊല്ലം കരുനാഗപ്പള്ളി തേവലക്കര AG ചർച്ചിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവിടെയാണ് അവരുടെ വീട്. വെള്ളം ഇഷ്ടം പോലെയുള്ള സ്ഥലം. ഞാൻ താമസിക്കുന്നിടത്തും വെള്ളമുണ്ട്. ഇവിടെ കേരളത്തിലെ നല്ല വെള്ളവും കാലാവസ്ഥയെല്ലാം വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒന്നും പറയുന്നില്ല. എന്നോട് ചോദിച്ചു ഈ വെള്ളമാണോ നമ്മൾ കുടിക്കണ്ടേ? ഞാൻ പറഞ്ഞു ഇത് തെളിഞ്ഞു വരും, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ ആ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു. മാറയിൽ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കിയ ദൈവമേ, ഈ വെള്ളത്തെ പഥ്യമാക്കണമേ, ഇതല്ലാതെ ഇവിടെ വേറെ വെള്ളമില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളന്ന് തെളിഞ്ഞു കിട്ടിയ ആ വെള്ളം ഞങ്ങൾ കുടിച്ചിട്ട് അവിടെ കടന്നു. പിറ്റേ ദിവസം രാവിലെ ആ ഓണർ വന്നിട്ട് വാതിലെ വന്ന് മുട്ടി. ദൈവം വന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് വെളി വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വല്ല പാമ്പോ എന്തെങ്കിലും ആയിരിക്കും, തല്ലിക്കൊല്ലാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഞാൻ ഒരു ഇരുട്ട് പോലെ ഉള്ള സമയമാണ്, നേരം വെളുത്തിട്ടില്ല. അതിരാവിലെ അന്ന് വിളിക്കുന്നത്. ഞാൻ വന്നിട്ട് വാതിൽ തുറന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് ആ ഹാൻഡ് പമ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു ഇത് ചലിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ചലിപ്പിച്ചപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഞാൻ ഉറക്കെ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവിടെ എല്ലാം വെള്ളം നിറച്ച് ബക്കറ്റുകളിൽ വെച്ചിരിക്കുകയാണ്, പാത്രങ്ങളുടെ ഡ്രമ്മിലൊക്കെ. അത് തെളിഞ്ഞിട്ട് വേണം പിറ്റേ ദിവസം ഉപയോഗിക്കാൻ. അപ്പോൾ തലേദിവസം നിറച്ച് വെച്ചിരിക്കുക അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പാനസ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ രാത്രി ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആപ്ക ഭഗവാനെ ചമത്കാർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു അടയാളമായിട്ട് എന്നെ കാണിച്ചത്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വൈഫിനും അത് ഭയങ്കര ഒരു ചലഞ്ചായി. അങ്ങനെ ഞങ്ങൾ ആ സാക്ഷി മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, അവരോടും പറഞ്ഞു. ഞങ്ങളിങ്ങനെ ആ ഓണറിനോട് ഫാമിലിയോട് പറഞ്ഞു ഞങ്ങൾ രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം ഇങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തിയെ കാണിപ്പാനിടയായി. ഞങ്ങളുടെ യേശു ജീവിക്കുന്ന ദൈവമാണ്. അന്ന് അവരോട് ഞങ്ങൾക്ക് സുവിശേഷം പറയാനായിട്ട് ഒരു നല്ല അവസരം കിട്ടി. അങ്ങനെ അവിടുന്ന് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. എന്നും പോയി ലിറ്ററേച്ചർ കൊടുക്കും. ഒരു വിശ്വാസികളും ഇല്ല ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ. ആ CNAയിൽ ആ മാതാവുണ്ട്, അല്ലാതെ ഒരു അങ്കിൾ ആൻറ്റി താമസിക്കുന്നുണ്ട്. അവരല്ലാതെ ആരുമില്ല. അവർ സ്നാനപ്പെട്ടവരല്ല, അവർ വേറെ ചർച്ചിൽ പോകുന്നവർ. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസങ്ങൾ മുന്നോട്ട് പോയി. ആരും വരുന്നില്ല. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ തമ്മിലിരുന്ന് ആരാധിക്കും, ഓഫറിങ് ഇടും, വചനം വായിക്കും, പ്രാർത്ഥിക്കും, തമ്മിൽ ഇങ്ങനെ. അപ്പോൾ വൈഫിൻ്റെ ചർച്ചിൽ ഇഷ്ടംപോലെ വിശ്വാസികളുള്ളൊരു ചർച്ചിൽ നിന്നാണ് പുള്ളിക്കാർ വന്നിരിക്കുന്നത്. എൻ്റെ ചർച്ചിൽ അന്ന് ഒത്തിരി വിശ്വാസികളുണ്ട്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആരുമില്ല. എന്നോട് വിളിച്ചു പറഞ്ഞു ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരും മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ ഒരു ടീം OSC എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്ന ഒരു ടീം വന്നു. ആ ടീമിനെ വിളിച്ചിട്ട് ഞാനൊരു ഫിലിം പ്രോഗ്രാം വൈകിട്ട് കാണിച്ചു. ദയാസാഗർ മഷിയ ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം. അങ്ങനെ യേശുവിൻ്റെ ജീവചരിത്രം അന്ന് ഞാൻ യേശുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ക്രൂശീകരണം ഒക്കെ ഇങ്ങനെ പിക്ചറിലൂടെ റോഡ് സൈഡിൽ ഒരു സൈഡിൽ ഒരു വയലിൻ്റെ സൈഡിൽ സ്ക്രീൻ വെച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വൈകിട്ട് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും അതുപോലെ ഫാക്ടറികളിൽ, അവിടെ അടുത്ത് ഹരിയാനയിൽ 19 സെക്ടറുണ്ട്, അവിടെ നിന്നൊക്കെ ജോലി കഴിഞ്ഞ ലേബേഴ്സ് വരും. അവരെല്ലാം വന്ന് വീട്ടിൽ പോകാതെ ഈ പിക്ചർ കാണുക. അങ്ങനെ അവർ വന്നിരുന്ന് പിക്ചർ കണ്ടുകൊണ്ടിരിക്കുക. ഒത്തിരി പേര്, ഏകദേശം ഒരു 50-70ഓളം പേര് അന്നിരുന്ന് കാണുക. കണ്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം വന്നപ്പോൾ യേശുവിൻ്റെ കരങ്ങളിൽ ആണി അടിച്ചപ്പോൾ ബ്ലഡ് ഇങ്ങനെ ചീറ്റി തെറിക്കുവാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ജനങ്ങളിൽ ചില സഹോദരിമാർ നിലവിളിച്ച് കരയാൻ തുടങ്ങി, ശബ്ദത്തോടെ കരയാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് മനസ്സിൽ ദൈവാത്മാവിനോട് ഇടപെട്ടു. ആരൊക്കെയോ ദൈവം അവിടെ തൊട്ടിട്ടുണ്ട്. അവർ ആ ഫിലിം തീരുന്നവരെ ഇരുന്ന് കരയായിരുന്നു. ഞാൻ അവരെ പോയി അടുത്ത് പോയി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വന്ന് മാറി നിന്നു. ഫിലിം കഴിഞ്ഞപ്പോൾ അന്ന് ഫിലിം കണ്ട എല്ലാവരോടും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ മടങ്ങി വരും, നിങ്ങളെ ചേർക്കാനായിട്ട്. ആരിൽ യേശു വിശ്വസിക്കുന്നു
അവർക്ക് പാപത്തിൽ നിന്ന് മോചനമുണ്ട് എന്നുള്ള സുവിശേഷം അവരോട് പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാം അവിടെ നിന്ന് മടങ്ങിപ്പോയി. ആ കരഞ്ഞുകൊണ്ടിരുന്ന സഹോദരിമാരുടെ അടുക്ക് പോയി അവരുടെ താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സൊക്കെ ഞങ്ങൾ എഴുതി മേടിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ അവരെ പോയി കണ്ടു. അവർ പിന്നെ ഭവനത്തിൽ വന്നു. അങ്ങനെ അവർ 2 കുടുംബങ്ങൾ ആദ്യമായിട്ട് ചർച്ചിലേക്ക് കൂട്ടായ്മയിലേക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ ചില ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ദിവസവും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. ഒരിക്കൽ ഒരു സഹോദരൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇടയ്ക്ക് പരിചയമുണ്ട്, വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ദിവാസ, എൻ്റെ ഭാര്യ കുറേ ദിവസമായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. പാസ്റ്റർ ഒരിക്കൽ പ്രാർത്ഥിച്ചല്ലേ, അഭി പൂരാ ഹോഗിയാന്ന് പറഞ്ഞു, ഒരു അനക്കവും ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന് പെട്ടെന്ന് ഓടി വരണം. അപ്പോൾ അദ്ദേഹം UP-കാരനാണ്, പഞ്ചാബി വന്ന് താമസിക്കുക. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കേട്ടിട്ട് ഞാനും അങ്ങ് വല്ലാതെയായി. എൻ്റെ വൈഫ് 2ാമത്തെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞു ആയിട്ട് കൈക്കുഞ്ഞായിട്ടിരിക്കുന്നു. ഞാൻ വിളിച്ചുകൊണ്ട് പോയില്ല, ഞാൻ ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, ഇദ്ദേഹം എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ പരിചയമുണ്ട്, അദ്ദേഹത്തെ നല്ലപോലെ പരിചയമുണ്ട്. ഒരിക്കൽ 1-2 പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുള്ള. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി, വാടകയ്ക്ക് താമസിക്കുക. അവിടെ ചെന്നപ്പോൾ ചുറ്റുമുന്ന് ആൾക്കാർ നിൽക്കുക. ഈ സഹോദരിയെ തുണിയിട്ട് മൂടി കടത്തിയിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു അസുഖം? അപ്പോൾ പറഞ്ഞു, പീലിയ, മഞ്ഞപ്പിത്തമായിരുന്നു. അത് കൂടി ഡോക്ടർമാരെ കൈവിട്ടിരിക്കുക, പുള്ളിക്കാരിക്ക് അനക്കില്ല, പൂരാ ഹോഗിയ, ആപ് ദേഖ് ലോ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് നോക്കി എന്താ പറ്റിയെന്ന്. ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ലജ്ജിപ്പിക്കരുത്. നീയാണ് എന്നെ പഞ്ചാബിലേക്ക് അയച്ചെങ്കിൽ ഇവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. അങ്ങയിലൂടെ അങ്ങയുടെ നാമത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, മേത്തോ പ്രാർത്ഥന കർ സക്ത ഹൈ. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. ജീവൻ നൽകുന്ന ദൈവമാണ്. എൻ്റെ കയ്യിൽ ഒരു ജാദു, ഒരു മാജിക് എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി കൈകൂപ്പി നിൽക്കുക. ഞാൻ പറഞ്ഞു, മുട്ടയിൽ നിൽക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം മുട്ടയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഈ സഹോദരിമേൽ ജീവൻ മടങ്ങി വരട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അറിയുന്നില്ല, ആ പുള്ളിക്കാരൻ വൈഫിൻ്റെ ശരീരത്തിൽ കൈവച്ചിരിക്കുക. ആ സഹോദരി പെട്ടെന്ന് ഞെട്ടി ഒരു അനക്കം വന്നു. അപ്പോൾ അദ്ദേഹം എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, ജാൻ ആകിയാന്ന് എന്ന് പറഞ്ഞ ജീവൻ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ തുണി അങ്ങ് മാറ്റിയപ്പോൾ കണ്ണ് തുറന്നിട്ടില്ല, അനക്കമുണ്ട്. പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ആ സഹോദരിയെ ബലപ്പെടുത്തണമേ, ആ ജീവനെ നീ വീണ്ടും പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവരെ വിശ്വാസം ഈ നിൽക്കുന്നവരെല്ലാം യേശുവിനെ അറിയുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവെ, ഒരു അവസരം കൂടി ഈ കുടുംബത്തിന് ദൈവത്തെ അറിയുവാൻ കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സഹോദരി പതുക്കെ ആ സഹോദരൻ എഴുന്നേൽപ്പിച്ചിരുത്തി. സംസാരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സഹോദരി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സഹോദരി സംസാരിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സഹോദരി തന്നെ ഏകദേശം 15 ദിവസമായിട്ട് ഒരേ കിടപ്പായിരുന്നു ബെഡിൽ. അനക്കം മുട്ടി ഒരു ചലനമില്ലാതെ മരിച്ച അവസ്ഥയിൽ കടന്ന ആ സഹോദരി മേൽ ജീവൻ മടങ്ങി വരികയും ദൈവം ആയുസ്സിനെ നൽകി. ആ സഹോദരി എഴുന്നേറ്റിരുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയി ഞങ്ങൾക്ക് ചായ ഇട്ട് പോകണമെന്നാണ്. ആ ചുറ്റുപാടുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ ദൈവം ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി. ഇതുപോലെ അനേകം അനുഭവങ്ങളിലൂടെ കഴിഞ്ഞ വർഷങ്ങൾ, ഏകദേശം ഇപ്പോൾ 24 വർഷം കഴിഞ്ഞു, 25ാമത്തെ വർഷമാണ് ഞാൻ ഈ പ്രദേശത്ത് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുഞ്ഞുങ്ങൾക്കും പല രോഗങ്ങളാൽ ഞങ്ങൾ ഭാരപ്പെട്ടു. ആ പ്രതിസന്ധിയിലെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് വിടിയിപ്പാനിടയായി. മലേറിയ, മഞ്ഞപ്പിത്തമൊക്കെ എനിക്ക് ഉണ്ടായി. എൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയങ്ങളുണ്ട്. അവിടെയെല്ലാം ദൈവം ഒരു ദൈവാസനെ അയച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് എൻ്റെ ആയുസ്സിനെ തിരിച്ച് തരുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ കുഞ്ഞ്, 2ാമത്തെ കുഞ്ഞ് 7 മാസമുള്ളപ്പോൾ ഒരു ഛർദിലും വയറിളക്കുമായിട്ട് പെട്ടെന്ന് അസുഖങ്ങൾ കൂടി. 4 ഡോക്ടർമാരെ കാണിച്ചിട്ട് മറുപടിയില്ല, ഒരു പരിഹാരമില്ല, ആശ്വാസമില്ല. അങ്ങനെ കുഞ്ഞ് വളരെ
അത്യാസന നിലയിലായി. അങ്ങനെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറി മാറി കഴി എൻ്റെ വൈഫും ഒത്തിരി തളർന്നു. ഈ മാനസികമായി ഇതെല്ലാം കണ്ട് അവസാനം ഒരു പേപ്പറിൽ ബെഡേ കിടത്തിയിരിക്കുക. കൊച്ച് തളർന്നു കിടക്കുക, അനക്കമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അന്ന് മൊബൈൽ സൗകര്യം ഇല്ല. വെളിയിൽ പോയി പപ്പയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു, മോനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആമയും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ പ്രാണന് ഹാനി വരികയില്ല, ഇത് നിങ്ങളുടെ ശുശ്രൂഷയോടുള്ള ഒരു പോരാണ്, അതുകൊണ്ട് ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ തന്നെ ജയം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മോളിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പേപ്പറിൽ കുഞ്ഞിങ്ങനെ കിടക്കുക, വസ്ത്രമൊന്നും ഇല്ല കുഞ്ഞിന്. കാരണം അത്രയും കുഞ്ഞ് കാരണം കൂടെ വയറ്റിൽ നിന്ന് പോകുന്നു, ഛർദ്ദിക്കുന്നു, കൊടുക്കുന്ന മരുന്നെല്ലാം അപ്പം തന്നെ ഛർദ്ദിക്കുക. അങ്ങനെ കണ്ണൊക്കെ മറിഞ്ഞുപോയി. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് കുഞ്ഞിൻ്റെ ഈ മരണം എനിക്കിത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം നമ്മളെ കൈവിടിയില്ല. ഞങ്ങൾ എൻ്റെ വൈഫിനെ വിളിച്ച് അടുത്തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് ആരാധിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കുഞ്ഞ് ഞെട്ടി എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ കൈ കുത്തിയിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ കുഞ്ഞ് കൈ കുത്തിയിരിക്കുക. ഞങ്ങളെ നോക്കുക. ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഉറക്കെ നിലവിളിച്ച് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി തീർന്നു, ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ കൊച്ചിന് ആയുസ് കൊടുത്ത ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇന്ന് കൊച്ച് +2 കഴിഞ്ഞ് BS നഴ്സിങ്ങിന് പോകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മോളുടെ പേര് നിസ്സി എന്നാണ്. അങ്ങനെ 3 കുഞ്ഞുങ്ങളെയും ദൈവം ഞങ്ങൾക്ക് നൽകി. അവർ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയുടെ കൂടെ തന്നെ പഠനത്തിലും പ്രവർത്തനങ്ങളിൽ, ചിൽഡ്രൻസ് മിനിസ്ട്രിയിലും ചർച്ചിലെ ആരാധനയിലും എല്ലാം നല്ല കൈത്താങ്ങലായിട്ട് കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ഗ്രാമത്തിൽ 35 കോളനികൾ പല ഇടങ്ങളിൽ പോയി സുവിശേഷം അറിയിപ്പാൻ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവ് കൃപ നൽകി. ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഏകദേശം 10 സ്റ്റേറ്റിലുള്ള പല ജാതികളിൽ നിന്ന് വിശ്വാസി വന്ന ദൈവമക്കളുണ്ട്. അവരുമായിട്ട് കർത്താവിനെ ആരാധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അനേകർ യൗവനക്കാരെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ വിശ്വാസത്തിൽ കൊണ്ടുവരാനും അവർക്ക് അവരുടെ സുവിശേഷവും വചനവും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അവരെ വയലിലേക്ക് അയക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി സഭകളൊന്നുമില്ല, പക്ഷേ ദൈവവചനം പഠിപ്പിച്ച് അനേകരെ വയലിലേക്ക് അയക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അനേകർ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കൃപ നൽകി. ഈ ചർച്ചിനോടൊരു ബന്ധത്തിൽ ഞങ്ങൾ പല കോളനികളിലും പോയിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും കൂട്ടായ്മകൾ നടത്തുന്നുണ്ട്, ബ്രാഞ്ച് കൂട്ടായ്മകളായിട്ട്. അല്ലാതെ കൂട്ടുപ്രവർത്തകരായിട്ടില്ല. ഞങ്ങൾ തന്നെയാണ് പോയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആഗ്രഹമുണ്ട് ദൂരെ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ ആക്കുവാനായിട്ട്. പക്ഷേ ഇന്ന് നോർത്തിലേക്ക് വന്ന് പ്രവർത്തിക്കാനായിട്ട് ആരും കിട്ടുന്നില്ല. കാരണം ഇപ്പോഴത്തെ പ്രതിസന്ധിയും ഈ വെല്ലുവിളിയുടെ മധ്യേ ആരും മുന്നോട്ട് വരുവാനായിട്ട് തയ്യാറില്ല. പക്ഷേ ഈ അനുഭവങ്ങൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും വിളി ഉണ്ടായിട്ട് നിങ്ങൾ ഭവനത്തിലിരുന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥത്തോടെ, ഞാൻ വലിയ ഉറപ്പോടും നിശ്ചയത്തോടെ വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ദൈവമാണ് നിങ്ങൾക്ക് ദർശനം കാണിച്ചെങ്കിൽ, ദൈവമാണ് നിങ്ങളെ വിളിച്ചെങ്കിൽ, ഹല്ലേലൂയ. ഒരുപക്ഷെ വചനത്തിലൂടെ ആയിരിക്കാം, ദൈവദാസന്മാരിലൂടെ ആയിരിക്കാം, പ്രവാചകന്മാരിലൂടെ ആയിരിക്കാം, നിങ്ങളെ പല പ്രാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ദേശത്ത്, ആ പട്ടണത്തിൽ, ആ ജാതികളുടെ മധ്യ പോയി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അന്നു മുതൽ ഇന്നു വരെയും ആരോടും ഒരു നേരം പോലും ഭക്ഷണമില്ല, എണ്ണയില്ല, പരിപ്പില്ല, അല്ലെങ്കിൽ അരിയില്ല എന്ന് ചോദിച്ച് ഒരു വിശ്വാസിന് ഭവനങ്ങളിൽ പോയി കൈ നീട്ടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എൻ്റെ പിതാവ്, ഞാൻ പോരുന്നതിന് മുന്നേ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ ദൂരെ പോയാണ് എൻ്റെ പപ്പ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ 2 ബസ് കയറി പോകണം. ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ ബസ് ഇരുന്നപ്പോൾ എൻ്റെ പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ എങ്ങനെ നടത്തിയെന്ന് അറിയാവോ? ഒരു അമ്മച്ചന്മാരോടും പാപ്പന്മാരോടും ഒന്നും മേടിച്ചല്ല നിങ്ങളെ പോഷിപ്പിച്ചത്. ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ ഞാൻ പറയും, പപ്പയും മമ്മിയും മുട്ടയിരുന്ന് പ്രാർത്ഥിക്കും, ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന കൊള്ളാം,
ആരോട് 1 രൂപ പോലും കടം മേടിച്ച് കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കരുതെന്ന് പറഞ്ഞു. അതിന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അന്ന് തൊട്ട് എന്ത് ഞെരുക്കം വന്നാലും വന്ന സമയങ്ങളൊക്കെ ദിവസങ്ങളോളം ഞങ്ങൾ ഉരുളക്കിഴങ്ങ് മാത്രം വേവിച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ചോറിനോട് വേറെ കറികളൊന്നുമില്ല. ചില ദിവസങ്ങൾ കഞ്ഞിയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഭവനത്തിലോ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ സുഭിക്ഷമായിട്ട് കഴിയുന്ന സമയമാണ്. പക്ഷെ ആരോടും ഞങ്ങൾ ഈ കഷ്ടതയോ അല്ലെങ്കിൽ ഈ ഞെരുക്കങ്ങളോ ഈ പ്രയാസങ്ങളോ ആരോടും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവരോടൊക്കെ ചോദിക്കുമ്പോൾ വിളിക്കുക എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് പറയുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നു എന്ന് പറയും. അങ്ങനെ ഞങ്ങളെ ദൈവം ജയത്തോടെ ഇതുവരെ നടത്തുവാൻ ഇടയായി തീർന്നു. ആ ദൈവം ഇന്നും വിശ്വസ്തനായ ദൈവമാണ്. ആര് കർത്താവിനെ സ്നേഹിക്കുന്നുവോ കർത്താവിനെ സ്നേഹിക്കുന്നവനെ കർത്താവ് അറിയുന്നു. ദൈവം അതിനകത്ത് കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നു. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വഴിയിൽ ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഒത്തിരി അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയിട്ടുണ്ട്. അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ കർത്താവ് കൃപ നൽകി. ഞങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തരുന്ന ആയുസ്സോളം കർത്താവിന് വേണ്ടി ഈ പഞ്ചാബിൽ അനേകരെ നേടുവാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രേക്ഷകർ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ ബെൽട്ടാനയിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ സഭയായിട്ട് മാസത്തിൽ ഒരിക്കൽ ഞങ്ങളുടെ ചുറ്റുപാടുള്ള കോളനികളിൽ മാറി മാറിപ്പോയി പ്രവർത്തിക്കുന്നു. അല്ലാതെ ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്, ഗോസ്പൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ഏരിയ വിട്ട് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള സംസ്ഥാനങ്ങളിൽ, ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞ ഹിമാചലാണ്, ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞ ഹരിയാനയാണ്, 1 കിലോമീറ്റർ കഴിഞ്ഞ ചണ്ഡീഗഡ്. അങ്ങനെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ഈ പഞ്ചാബിൽ നിന്ന് ഈ ബെൽട്ടാനിൽ നിന്ന് ഞങ്ങൾ പോയി ടീം വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഒരിടയ്ക്ക് ഹിമാചലിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി ഇത് സുവിശേഷ പ്രവർത്തനമാണെന്ന് അറിഞ്ഞ് ഉടനെ ഞങ്ങളോട് എതിർക്കുകയും ഞങ്ങളെ തടയാനൊക്കെ തുടങ്ങി. അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരൊക്കെ വിളിച്ചു കൂട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ അവിടുന്ന് പെട്ടെന്ന് ടീമിനോട് പറഞ്ഞ് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്തു. എന്നാൽ ചുരുക്കി പറഞ്ഞ പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. എനിക്ക് ഈ ദേശത്ത് ഞാൻ ചെയ്യുന്ന ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ വർഷവും ഡിസംബർ മാസം വരുമ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ള രീതിയിൽ അവർ അന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വലിയ എതിർപ്പുകളൊന്നുമില്ല. കാരണം അവരുടെ ആഘോഷമല്ലേ എന്ന് വെച്ചങ്ങ് ചിലയിടങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം ഞങ്ങൾ ആ ദിവസങ്ങളിൽ ഞാൻ ന്യൂസ് പേപ്പറിൽ ലിറ്ററേച്ചറുകളൊക്കെ പരസ്യങ്ങൾ ഇടുന്ന പോലെ അവർക്ക് പത്രം ഇടുന്നവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ലിറ്ററേച്ചറുകൾ ഇട്ടിട്ട് ഞാനത് വിതരണം ചെയ്യും. അപ്പോൾ നമുക്ക് ആയിരക്കണക്കിന് വീടുകളിൽ ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ എല്ലാ വീടുകളും ചെല്ലും. അപ്പോൾ പ്രായമുള്ളവരും അല്ലാത്തവരൊക്കെ വീട്ടിലിരുന്ന് സമയമുള്ളപ്പോൾ അതെടുത്ത് വായിക്കും. അപ്പോൾ ഈ ട്രാക്റ്റ് കാണും. അങ്ങനെ അവർക്ക് അവർക്കും യേശുവിനെ അറിയാൻ ഒരു അവസരമാണ്. അങ്ങനെ ഇവിടുന്ന് അടുത്ത് ഹരിയാനയിലുള്ള ഒരു വ്യക്തി ഈ രാവിലെ ഇത് വായിച്ചിട്ട് ഫോൺ ചെയ്തു. എന്നോട് പറഞ്ഞു, നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇന്ന് ഈ പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു. ഇന്ന് ഈ പരിപാടി നിർത്തിക്കോണം, എത്ര പെട്ടെന്ന് ഈ സ്ഥലം വിട്ടുവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് വാണിംഗ് തന്നു. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആരാ, പേരൊന്ന് പറ, എനിക്കൊന്ന് കാണണം. അത് ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വന്നാൽ പറ്റില്ല, വിളിച്ചിട്ട് വരണം, എന്നാലേ എന്നെ കാണാൻ പറ്റുള്ളൂ. എന്താ വിളിക്കാതെ വന്നാൽ കാണാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തുവാനിടയായി. അങ്ങനെ ഞാൻ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് സംസാരിച്ച് നിർത്തി. ഇതുവരെയും ദൈവം അത്ഭുതകരമായിട്ട് യാത്രയിലും പ്രവർത്തനങ്ങളിലും എല്ലാം സൂക്ഷിപ്പാനിടയായി തീർന്നു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, നോർത്തിൽ പ്രവർത്തനങ്ങൾക്ക് വരുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാവാം, ഭീഷണി ഉണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം, സാമ്പത്തികമായ ഞെരുക്കങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മളെ വഴിയിലിട്ട് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമുക്ക് ഉറപ്പും നമ്മുടെ വിളിയിൽ നിശ്ചയം ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ആ നിശ്ചയത്തിൽ മാത്രം കർത്താവിൽ ആശ്രയിച്ചു പോവുക.
ഒരു മനുഷ്യനെയോ നമ്മൾ ഒരു വ്യക്തിയോ ആശ്രയിക്കാതെ കർത്താവിൽ മാത്രം ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ അന്ത്യത്തോളം നടത്തുവാൻ നമ്മുടെ യേശു മതിയായ ദൈവമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കുമെന്ന് അരുളി ചെയ്ത ആ കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഇത്രയും സമയം എൻ്റെ ഈ അനുഭവങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുകയും ചെയ്ത എല്ലാ പ്രേക്ഷകരോടും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരോടും പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പഞ്ചാബിൽ ഇനിയും ദൈവരാജ്യം വർദ്ധിച്ചു വരട്ടെ. ഇവിടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ജനമാണ് ഇവിടെയുള്ള നിവാസികൾ. മാത്രമല്ല ഇവിടെ ചുറ്റുപാടുമുള്ളവർ ഒത്തിരി അന്ധവിശ്വാസമുള്ളവരാണ്. ഒരു വീട്ടിൽ തന്നെ തമ്മിൽ മന്ത്രവാദവും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ജനം വിടുവിക്കപ്പെടേണ്ടതിനായി ഇവരുടെ മധ്യത്തിൽ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് തുറന്നും സഹായിക്കട്ടെ. സമയം നൽകിയ നിവാസിനോടും പ്രേക്ഷകരോടും ടീമിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തു. ആ വഴിയിലൂടെ നാട്ടുകാരോടോ വീട്ടുകാരോടോ പ്രിയപ്പെട്ടവരോടോ ആരോടും അനുവാദം ചോദിക്കാതെ യാത്ര പുറപ്പെട്ടു. പിന്നത്തേതിൽ ദൈവം കൂടെ ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിടയായി തീർന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അബ്രഹാമിന് ദൈവം വാഗ്ദത്തപ്രകാരം ഒരു തലമുറയെ കൊടുക്കുന്നു. അതും ദൈവം ചോദിക്കുന്നു. ദൈവം കാണിക്കുന്ന ഇടത്ത് ചെന്ന് അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന് ആരാധന കഴിക്കുവാനും ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ അന്ന് മാത്രമല്ല, ഇന്നും കർത്താവ് തൻ്റെ ദാസന്മാരോട് സംസാരിക്കുകയും അവരെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആലോചനകൾ പറഞ്ഞു കൊടുത്ത് ചില ശുശ്രൂഷകൾക്ക് വേണ്ടി ചില ഇടങ്ങളിലേക്ക് ദൈവം അയക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് പോൾ. പലപ്പോഴും ഇന്ന് എന്തൊക്കെയുണ്ട്, എങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് അവിടെ എന്ന് ചോദിച്ച് എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് അതും പോരായെങ്കിൽ അല്പം എന്തെങ്കിലും കമ്മീഷനൊക്കെ കൊടുത്ത് ഒക്കെയുള്ള ഒരു ക്രമീകരണമാണ് സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ഇന്ന് അനേക പ്രിയപ്പെട്ടവരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആത്മഭാരത്തോടെ സുവിശേഷ ദൗത്യവുമായി ആ വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ദീപശിഖയുമായി കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച് അയച്ച ആ ദൈവീയ ആ വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ അപ്പനെയും അമ്മയും ഒക്കെ വിട്ട് ഒരു യാത്ര പുറപ്പെട്ടു. ആ യാത്ര പോയത് തൻ്റെ അമ്മാച്ചൻ്റെ ഭവനത്തിലേക്കായിരുന്നു, പദ്ദനാരാമിൽ, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ആ യാത്രയിൽ യാക്കോബും വളരെ ദുർഘടമേറിയ വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ്, ഇരുട്ടിൽ യാത്ര ചെയ്യുകയാണ്. പക്ഷേ ആ വഴിമധ്യത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, സ്വർഗീയ ദർശനങ്ങളെ കാണുവാൻ, പലപ്പോഴും ദൈവീയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കും. ഒന്നുകിൽ പ്രാർത്ഥനാലയത്തിൽ, അല്ലെ ഭവനത്തിൽ, അല്ലെ എല്ലാ ക്രമീകരണങ്ങളും അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒക്കെയാണ് പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ യാക്കോബ് ആ അർദ്ധരാത്രിയിൽ ആ മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. ആ യാത്രയിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസൻ പ്രസാദ് പോൾ അവറുകൾ ഈ യാത്രയിൽ, അതെ, ആ യാത്രയെന്ന് പറയുന്നത് വലിയ ഒരു സാഹസികമായ ഒരു യാത്ര തന്നെയാണ്. സാഹസികമായ ഒരു യാത്ര. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് പഞ്ചാബിൽ പോകാൻ വേണ്ടിയിട്ട്. 2 വീലർ, മോട്ടോർ സൈക്കിളിൽ പോകാം, 4 വീലറിൽ പോകാം, ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം, മറ്റേതെല്ലാം മാധ്യമങ്ങളിലൂടെ ഇന്ന് സുഗമമായി യാത്ര ചെയ്യുവാൻ സൗകര്യങ്ങൾ അടുത്ത സമീപകാലത്തൊക്കെ നമുക്കുണ്ടായിട്ടും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു സൈക്കിൾ യാത്ര തിരഞ്ഞെടുത്ത് ഏതാണ്ട് 2 മാസ കാലയളവ് വളരെ ദുർഘടമായ പാതകളിലൂടെ സാഹസിക യാത്ര ചെയ്ത് കുന്നുകളും മലകളും താഴ്വരകളും റോഡും
മറ്റ് വനവും മൃഗങ്ങളും ഒക്കെ അപകടകരമായ പല അനുഭവങ്ങളും അതുപോലെ യാത്രയിലുണ്ടായ ചില പ്രതിസന്ധികളും ഒക്കെ നേരിട്ട് ആ സമയത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മതി, ഇവിടെ നമുക്ക് തിരിച്ചു പോകാം എന്നൊരു തീരുമാനം എടുത്തതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരിക്കൽ പോലും പിന്തിരിയുവാൻ തയ്യാറായില്ല. അതേസമയം ഒരു സംഘടനയാണ് അയച്ചിരുന്നതെങ്കിൽ, ഒരു വ്യക്തിയാണ് അയച്ചിരുന്നതെങ്കിൽ 100% പരിപാടി അവിടെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവമാണ് വിളിച്ചത്, തിരഞ്ഞെടുത്തത്, നിയോഗിച്ചയച്ചത് എന്നതുകൊണ്ട് പലരും പിന്തിരിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചപ്പോഴും അവരൊക്കെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. കാരണം ചുറ്റുപാടും ഇന്നത്തെ സാഹചര്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. ആരും മനഃപൂർവ്വം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രയാസം മുന്നിൽ ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷേ അതെല്ലാം സഹിച്ച് പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്തതുപോലെ ആ വൈതരണികളെയൊക്കെ ആമേ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള ഈ യാത്രയിൽ കപ്പൽ ഛേദമുണ്ടാകുന്നു, അണലി കയ്യിൽ ചുറ്റുന്നു, ആമേൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പൗലോസ് അപ്പോസ്തലൻ നേരിട്ടു. പക്ഷേ കർത്താവ് പറഞ്ഞ ഇടത്ത് കൊണ്ട് നിർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പൗലോസിനെ ദൈവം അയച്ചു, നിയോഗിച്ചു, ഉപയോഗിച്ചതുപോലെ വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെയും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സുദീർഘമായ ആമേൻ ഈ വർഷങ്ങൾ അത്രയും വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ മറ്റെല്ലാ സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് ആ ഗ്രാമപ്രദേശങ്ങളിൽ ആ സുവിശേഷത്തിൻ്റെ ആ ദീപശിഖ അണയാതെ ഇന്നും അതിനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി 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 സന്തോഷമുണ്ട്. സ്തോത്രം. അതിനുവേണ്ടി പിന്നിൽ ചില പ്രിയപ്പെട്ടവരെങ്കിലും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ആമേ കരുതുകയും ചെയ്തിട്ടുണ്ടല്ലോ. വഴിയിലുടനീളം ആരെങ്കിലുമൊക്കെ കയറിക്കിടക്കാൻ ഇടം തന്നല്ലോ, ഒരു ഗ്ലാസ് വെള്ളം തന്നല്ലോ, ആഹാരം തന്നല്ലോ, മറ്റ് സഹായങ്ങൾ ചെയ്തല്ലോ. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ആത്മാക്കൾ വിടുവിക്കപ്പെടുമ്പോൾ ഈ സഹായിച്ച പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഞങ്ങളെ ആരെങ്കിലും ആമേൻ ഈ കൂട്ടത്തിൽ ആമേൻ അങ്ങനെയുള്ളവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾക്കും വലിയൊരു പ്രതിഫലമുണ്ട്. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകരെ അങ്ങനെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പഞ്ചാബിൻ്റെ മണ്ണിൽ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ ആമേൻ പിന്നെയും കർത്താവിനെ ഉയർത്തുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം ആമേനെ പങ്കുവയ്ക്കുവാൻ ആമേൻ ഈ വിലപ്പെട്ട ദാസനെയും കുടുംബത്തെയും ദൈവം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്നും ദൈവം അതിനായി സഹായിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവരെ ആമേൻ ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് അയക്കുവാനിടയായി തീരുമാറാകട്ടെ. ഞാനും വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ആമേൻ സുദീർഘമായ കർത്താവിൻ്റെ വേലയിൽ ആമേന് കഴിഞ്ഞ നാളുകളിൽ ഉത്തര ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഗുജറാത്തിലും ആമേനെ ആയിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ആമേൻ എനിക്കറിയാം ഈ ദൈവദാസൻ പറഞ്ഞ ആമേന് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായ അനുഭവങ്ങളുടെ പല സന്ദർഭങ്ങളിലും എനിക്കും കടന്നു പോകാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അന്ത്യത്തോളം വഴി നടത്തുവാൻ ദൈവം സർവശക്തനാണ്. ആമേൻ. ഇവിടെ ഞങ്ങൾക്ക് കസേരയോ സ്റ്റേജോ മൈക്കോ പുൾപിറ്റോ കൂട്ടുസഹോദരങ്ങളോ ആരുമില്ല. വിളിച്ച് നല്ലൊരു വാക്ക് പറയാൻ വേണ്ടി ആരുമില്ല. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാ. ആമേൻ. കർത്താവ് കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദൈവം വിശ്വസ്തനാ. ആമേൻ. ഈ കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം പിന്നെയും ബലപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ദൈവദാസൻ ആമേൻ ഓർപ്പിച്ചല്ലോ, ഉത്തര ഭാരതത്തിലേക്ക് ആമേൻ ഈ ദർശനം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുവാൻ ആമേൻ ഇന്ന് യൗവനക്കാർ ആരും മുന്നോട്ട് വരുന്നില്ല. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ എതിർപ്പുകൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരോട് ആര് സുവിശേഷം പറയും? അവരുടെ ഇടയിലേക്ക് ആര് കടന്നു പോകും? അവർക്ക് വേണ്ടി ആര് കണ്ണുനീരൊഴുക്കും? നമുക്ക് നാം എല്ലാവരും ഒരു സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ തയ്യാറാകുമ്പോൾ ഈ ഗ്രാമങ്ങളിലേക്ക് ആര് പോകും? നശിച്ചു പോകുന്ന ജനത്തോട് ആര് സുവിശേഷം പറയും? പ്രിയമുള്ളവരെ, സുവിശേഷത്തിനായി വയലുകൾ വിളഞ്ഞു കിടക്കുന്നു, സുവിശേഷത്തിനായി വയലുകൾ ഒരുക്കപ്പെട്ട് കിടക്കുന്നു.
ആമേൻ. നമുക്ക് വിത്ത് വിതയ്ക്കാം. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ വിത്തുകൾ കൂട്ടിയിട്ടിരിക്കുവാൻ നമ്മെ കർത്താവ് അനുവദിക്കുന്നില്ല. ആ വിത്തുമായി നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ, ജനങ്ങളുടെ ഇടയിലേക്ക് പോകുവാൻ, വിവിധ ഭാഷക്കാരുടെ ഇടയിലേക്ക് പോകുവാൻ, വിവിധ കഷ്ടങ്ങളുടെ നടുവില് ആമേന് ദൈവീയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. ആകയാൽ ആ വിളി കേട്ടിറങ്ങിത്തിരിക്കുവാൻ യൗവനക്കാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം മുന്നോട്ട് പോകുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന സമയങ്ങളെ വേർതിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവസന്നിധിയും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ പാദപീഠത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം, ആമേൻ, ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. ആമേൻ. ഒരു സൈക്കിൾ യാത്ര എന്നതിനേക്കാൾ ഉപരിയായി, ആമേൻ, പൗലോസ്, ആമേൻ, സ്തോത്രം, കപ്പൽ യാത്ര ചെയ്തു, കഷ്ടതകളിലൂടെ കടന്നുപോയി. സ്തോത്രം. പക്ഷേ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ആ ശുശ്രൂഷ തികപ്പാനിടയായി തീർന്നു. അതാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി താൻ കണ്ടതെങ്കിലും ആമേൻ, ഓരോ സുവിശേഷ വേലക്കാർക്കും ആമേൻ, അവർ കടന്നുപോയ ആമേൻ കല്ലും മുള്ളും നിറഞ്ഞതായ, വേദന നിറഞ്ഞതായ പാതകളല്ല, പകരം അവരുയർത്തിപ്പിടിച്ച സുവിശേഷം, അവരിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആമേൻ, അവരിൽ പകരപ്പെട്ടതായ ആ ക്രൂശിലെ ആമേൻ ആ സ്നേഹമാണ് ആമേൻ എപ്പോഴും ആമേൻ അവരുടെ മുന്നിൽ ആമേൻ തെളിഞ്ഞു നിൽക്കുന്നത്. ആകയാൽ ഈ സ്നേഹം ആമേൻ ദൈവസന്നിധിയിൽ നമുക്കൊന്നുകൂടി അനുഭവിച്ചറിയുവാൻ ദൈവസന്നിധിയായി തീരുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളായിരിക്കുന്ന ഇടത്ത് ആമേൻ ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ദൈവത്തിൻ്റെ ശബ്ദത്തിനായി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി, ദൈവീയ കരുതലുകൾക്കായി ഇതിനോടകം എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. വചനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെ, ആമേൻ വിവിധ സാഹചര്യങ്ങളിലൂടെ കർത്താവ് എത്രയോ പ്രാവശ്യം ആമേൻ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആമേന് വിവിധ നിലകളിലൂടെ സുവിശേഷ വേലയുമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് വിളിച്ചു. പക്ഷേ പലപ്പോഴും നാം അതിന് ചെവി കൊടുക്കാതെ അവഗണിച്ചു കഴിഞ്ഞില്ലേ? ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ദൈവത്തിന്റെ സ്തോത്രത്തോടെ പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് പോൾ അവർ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരോമ ടി വിയുടെ ഈ മാധ്യമത്തിലൂടെ, ആമേ, ഈ മിനിസ്ട്രിയുടെ കർത്താവെ, ആമേൻ, കർത്താവെ, അപ്പച്ച, ഇന്ന് ഈ അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുമാറാണമേ. ഇതിലൂടെ അനേകർ വരുന്ന നാളുകളിൽ കർത്താവിനെ അറിയുവാൻ, ആമേൻ, ദൈവ പ്രവൃത്തികൾ കേൾക്കുവാൻ, ദൈവാസന്മാരിലൂടെ, ദൈവമക്കളിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ, അത്ഭുത പ്രവൃത്തികളെ കേൾക്കുവാൻ, അനുഭവങ്ങളെ കേൾക്കുവാൻ, അത് അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വർധനവിന്, ആമേൻ, ഉറപ്പിന് അത് കാരണമായി തീരട്ടെ കർത്താവെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച, പ്രേക്ഷകരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ, അവർ ക്രിസ്തുവിൽ നിലനിൽക്കേണ്ടതിനായി, അവർ കർത്താവെ, അവർ ഉറപ്പും വിളിയും തെരഞ്ഞെടുപ്പും ആമേ ഉറപ്പാക്കിക്കൊണ്ട് കർത്താവെ, അവർ കർത്താവിൻ്റെ രാജ്യത്തിൽ ആമേ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരട്ടെ കർത്താവെ. നീ എല്ലാവരെയും ആശീർവദിക്കുമാറാണമേ. പ്രത്യേകാൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ കഷ്ടപ്പെടുന്ന ആമേ കർത്താവെ, അല്ലെ നിശ്ചയത്തോടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്തി ആമേ കർത്താവെ, നാളുകളായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ദൈവാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി, പ്രവർത്തനങ്ങൾക്കായി, ടീമുകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെല്ലാവരും ആശീർവദിക്കുമാറാണമേ. എല്ലാ കാലാവസ്ഥയിലും, എല്ലാ പ്രതിസന്ധികളുടെ മധ്യേ ആമേ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ ആമേ കർത്താവെ അവരെ സഹായിക്കുമാറാണമേ. നീ അവരെ അനുഗ്രഹിക്കുമാറാണമേ, അവരെ ശക്തീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ശുശ്രൂഷയിൽ രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനമയച്ച് കർത്താവേ, നീ അവരെ സൗഖ്യമാക്കുമാറാണമേ. അങ്ങയുടെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു ഞങ്ങളുടെ വചനത്തിൽ വായിക്കുന്നു. ആ വചനം വെച്ച് അവരെ ആശ്വസിപ്പിക്കുമാറാണമേ. കർത്താവെ, അവരുടെ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവമക്കളെ, ദൈവാസന്മാരെ ദൈവം നീ സഹായിക്കുമാറാണമേ. ഈ ആരോമ ടി വിയുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാസനോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, നീ ധാരാളമായി അനുഗ്രഹിക്കുമാറാണമേ. കർത്താവെ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഈ മിനിസ്ട്രി അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് പോൾ അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയും ബന്ധപ്പെടുവാൻ ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണ്, അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com